രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും NDA മുന്നണിക്ക് 350-ലധികം സീറ്റ് പ്രവചിക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് അവർ പ്രതീക്ഷിച്ച ഒരു പ്രകടനം കാഴ്ചവെക്കില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ചില എക്സിറ്റ് പോളുകളെങ്കിലും 400-ലധികം സീറ്റ് 400 പാർ എന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം നിലവിൽ വരും എന്നുള്ള പ്രവചനം ഒന്നോ രണ്ടോ എക്സിറ്റ് പോളുകളെങ്കിലും നടത്തുന്നുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ UDFന് അനുകൂലമാണ് എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. LDFൻ്റെ പ്രകടനം 1 മുതൽ 3 സീറ്റുകളിലേക്കോ 4 സീറ്റുകളിലേക്കോ ആയിട്ട് ചുരുങ്ങും എന്നാണ് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. അതേസമയം കേരളത്തിൽ BJPക്ക് 1 മുതൽ 3 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യത പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുമുണ്ട്. എന്താണ് ഈ എക്സിറ്റ് പോളുകളും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നതും, ഇത് എക്സിറ്റ് പോളുകളും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നതുമായിട്ട് സാമ്യമുണ്ടോ? ഈ പ്രവചനങ്ങളൊക്കെ ശരിയാകുമോ? ഇത് പരിശോധിക്കുകയാണ് റിസാല അപ്ഡേറ്റും ദ എയ്ഡവും ചേരുന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയിൽ. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ, സണ്ണി സെബാസ്റ്റ്യൻ, CB സത്യനൊപ്പം MP പ്രശാന്ത്. ഇവരിലേക്കാണ് ആദ്യം വെങ്കടേഷ് രാമകൃഷ്ണനിലേക്കാണ് പോകുന്നത്. ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയായ ചരിത്രവുമുണ്ട്, തെറ്റായ ചരിത്രവുമുണ്ട്. ഇപ്പോൾ 2024 എക്സിറ്റ് പോൾ ഫലങ്ങൾ, അത് യഥാർത്ഥത്തിൽ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ, അതിൻ്റെ പ്രതിഫലനം ഈ യാഥാർത്ഥ്യവുമായിട്ട് ചേർന്നു പോകുന്നതാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ലേ, ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ ഒരു 4 സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ പ്രാബല്യം നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനമായിട്ട് വിഷയങ്ങളല്ല ഉത്തർപ്രദേശിലോ ബീഹാറിലോ പ്രധാനമായിട്ടില്ലായിരുന്നു. സമാനമായ രീതിയിൽ മഹാരാഷ്ട്രയിലും ഈ പറഞ്ഞ രീതിയിൽ ഒരു ഏകതാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ 2014-2019 തെരഞ്ഞെടുപ്പുകൾക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, അത് ഇന്ത്യയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളിലെങ്കിലും ഈ മോദി ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടർ, അതായത് 2014 രണ്ടാം UPA സർക്കാരിൻ്റെ ഉയർന്നിട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് പ്രതിപതിയായി എല്ലാം ശരിയാക്കുന്ന ഒരു വികസന നായകൻ വരുന്നു എന്ന മട്ടിൽ മോദിയെ അവതരിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഒപ്പം ഹിന്ദുത്വ വർഗീയത, പ്രത്യേകിച്ചും പശ്ചിമ ഉത്തർപ്രദേശിൽ ആരംഭിച്ചിട്ടുള്ള വർഗീയ കലാപങ്ങൾ അത് ബീഹാറിൽ വരെ പടർന്ന് അങ്ങനെ ഒരു രീതിയിലായിരുന്നു 2014 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 2019 പുൽവാമയ്ക്ക് ബാലക്കോട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള ഒരു ദേശീയ വികാരം അല്ലെങ്കിൽ ദേശീയതാ വികാരം അതായിരുന്നു നിയന്ത്രിച്ചത്. ഇപ്പൊ അങ്ങനെ ഒരു എല്ലാ സ്ഥലത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ തന്നിട്ടുള്ള എക്സിറ്റ് ഫലങ്ങൾ ഇങ്ങനെ വളരെ ഏകപക്ഷീയമായ NDA വിജയം കാണിക്കുന്ന എക്സിറ്റ് ഫലങ്ങൾ ശരിയാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. റൈറ്റ്. ശ്രീ സണ്ണി സെബാസ്റ്റ്യൻ, താങ്കൾക്കെന്ന് തോന്നുന്നു ഇപ്പോൾ 2014-ലെയും 2019-ലെയും സാഹചര്യങ്ങൾ ഇപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ വിശദീകരിച്ചല്ലോ. അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇപ്പോൾ 2019 അത് വളരെ പ്രകടമായിരുന്നു. ബാലക്കോട്ടിന് ശേഷം BJPയും അവരുടെ പ്രൊപ്പഗാൻഡ മെക്കാനിസവും ഉണ്ടാക്കിയെടുത്തൊരു വലിയ വികാരം ഉണ്ടായിരുന്നു. അത്തരം വികാരങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പ്രകടമായി നിന്നില്ല. ഒരുപക്ഷെ രാമക്ഷേത്രമോ അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി, അങ്ങനെ പല വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് BJP ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വികാരങ്ങൾ അത്രത്തോളം ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നില്ല എന്നാണ് നമുക്കൊക്കെ തോന്നിയത്. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മോദിക്ക് അനുകൂലമായ അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു വലിയ വികാരം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നാണ് പ്രതിഫലിക്കുന്നത്. അത് യാഥാർത്ഥ്യമായിട്ട് ചേരുന്നതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ജനറൽ പെർസെപ്ഷൻ അനുസരിച്ചുള്ളൊരു എക്സിറ്റ് പോൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഇംപ്രഷൻ അല്ല പിന്നീട് ബാക്കിയുള്ള ഫേസുകളിൽ ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കും, പ്രത്യേകിച്ചും 6th 7th ആയപ്പോഴത്തേക്കും NDAയും BJPയും വളരെ ഡിഫെൻസീവ് ആയിരുന്നു. അവരുടെ അഗ്രഷനൊക്കെ വളരെയധികം കുറഞ്ഞു പോയിരുന്നു. അതുപോലെ ഒരു കോമൺ ഫാക്ടർ അവരുടെ കയ്യിൽ ഒരു പ്ലാങ്ക് ഇല്ലാതെ ആയ ഒരു സ്ഥിതിയിലായിരുന്നു. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു മാൻഡേറ്റ് ആയിരുന്നു ജനറലായിട്ടുള്ള പെർസെപ്ഷൻ. പക്ഷെ ഇപ്പോൾ എക്സിറ്റ് പോളുകളെല്ലാം ഓൾമോസ്റ്റ് യുനാനിമസ്ലി NDAക്ക് വളരെയധികം സീറ്റുകൾ, അതായത് 300+ രീതിയിൽ കൊടുക്കുന്നത്
എനിക്കൊരു അല്പം ആശ്ചര്യകരമായിട്ട് തോന്നി. പ്രത്യേകിച്ച് കർണാടക പോലെയുള്ള സ്റ്റേറ്റുകളിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലും ഒക്കെയുള്ള ഈ ഫൈൻഡിങ്സ് ആണ് എക്സിറ്റ് പോളിന് വന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് രാജസ്ഥാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ രാജസ്ഥാൻ്റെ കാര്യത്തിൽ മോർ ഓർ ലെസ് വിചാരിച്ച രീതിയിൽ ട്രെൻഡിൽ തന്നെയാണ് നീങ്ങുന്നത്. നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുമായിരിക്കാം. പക്ഷേ പറഞ്ഞു 25 കിട്ടത്തില്ല BJPക്ക് അല്ലെങ്കിൽ NDAക്ക്. ആ രീതിയിലാണ് എക്സിറ്റ് പോൾ പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ഹരിയാനയിൽ ട്രെൻഡ് ശരിയാണ്, ഡയറക്ഷൻ ശരിയാണ്. പക്ഷേ ഇത്രയധികം ഒന്നും BJP സ്കോർ ചെയ്യുമെന്ന് വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഹരിയാനയും ഡൽഹിയുടെ കാര്യത്തിൽ അത്ര തീർച്ചയില്ല. കാരണം ആം ആദ്മിയിൽ പിന്നീടുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഐഡന്റിറ്റി ക്രൈസിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട്, എങ്കിലും ഓവറോൾ ഒരു വളരെ വിശ്വസനീയമായിട്ടുള്ളൊരു എക്സിറ്റ് പോൾ ഔട്ട്കം ആണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. പ്രശാന്തിന് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ സണ്ണി സെബാസ്റ്റ്യൻ സൂചിപ്പിച്ച പോലെ കർണാടക ഒരു ടെസ്റ്റ് കേസാണ്. ഇത്തവണ കർണാടകയിൽ കോൺഗ്രസ് കുറെ കൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ സർക്കാർ നടത്തിയ ജനക്ഷേമ പരിപാടികൾ അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്നുള്ളൊരു ഫീലുണ്ടായിരുന്നു. BJPക്ക് അകത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ JDSലെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്ന ആരോപണം, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ കർണാടകയിൽ BJPക്ക് വലിയ നേട്ടം ഉണ്ടാകും എന്ന് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. കേരളത്തിൽ BJP ഒരുപക്ഷെ 1 മുതൽ 3 വരെ സീറ്റ് നേടിയേക്കാമെന്ന പ്രവചനം വരുന്നു. ആന്ധ്രാപ്രദേശിൽ NDA സഖ്യം വലിയ നേട്ടം ഉണ്ടാകും. ദക്ഷിണേന്ത്യ വെച്ച് നോക്കുമ്പോൾ ഈ പ്രവചനം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എക്സിറ്റ് പോളുകൾ ശരിയാണോ തെറ്റാണോ എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഈ എക്സിറ്റ് പോളുകൾ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എങ്ങനെയാണ് അത് പ്രസക്തമാവുന്നത്. അപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ ഓൾറെഡി ഈ എക്സിറ്റ് പോൾ എന്ന ആ പ്രോസസ്സിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം മാനിപ്പുലേഷന് വളരെയധികം സാധ്യതയുള്ള ഒരു പ്രക്രിയയാണിത്. എങ്ങനെയാണ് ഇത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്, എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഒരു സക്രിയ ഘടകമാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇപ്പം ഈ ഒരു സംശയം ആദ്യമേ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് ഇത് തീർച്ചയായും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും BJPക്ക് ഒരു കളമൊരുക്കുന്ന ഒരു രീതിയിലുള്ള എക്സിറ്റ് പോളുകളാണ് വരാൻ സാധ്യതയുള്ളത് എന്നും കോൺഗ്രസ് ആദ്യമേ പറഞ്ഞു. അതുകൊണ്ടാണ് അവർ എക്സിറ്റ് പോളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ BJP അധികാരത്തിൽ വരും എന്ന് ഒരു ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുകയും അങ്ങനെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും ജനങ്ങൾ പരിഭ്രാന്തരാവാന്ന അല്ലെങ്കിൽ വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു കളമൊരുക്കുക എന്ന രീതിയിലാണ് എക്സിറ്റ് പോളുകൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നാണ് മുമ്പ് കോൺഗ്രസ് പറഞ്ഞത്. ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ ഒരു എക്സിറ്റ് പോളുകൾ നടന്നിട്ടുള്ളത്. അവരുടെ സാമ്പിളിംഗ് എങ്ങനെയാണ്, അവരുടെ മെക്കാനിസം എന്താണ്, മെത്തഡോളജി എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു എക്സർസൈസ് വാസ്തവത്തിൽ ആവശ്യമുള്ളതാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരുപക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ ഉയർത്തേണ്ടി വരിക. അപ്പോൾ വാസ്തവത്തിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ ചില പ്രവചനങ്ങളൊക്കെ ശരിയായി വന്നേക്കാം, ചില പ്രവചനങ്ങൾ തെറ്റായേക്കാം. അങ്ങനെ വന്ന ശരിയായത് കൊണ്ടോ തെറ്റായത് കൊണ്ടോ ഇത് ജനങ്ങളുടെ ഒരു പ്രിഫറൻസ് അല്ല, ജനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുന്ന ഒന്നും ഇതിലില്ല. വെറും ഒരു ക്യൂരിയോസിറ്റി എലിമെൻറ്റിന് അപ്പുറത്തേക്ക് 2 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച എന്നതിലുപരിയായിട്ട് വാസ്തവത്തിൽ ഇത് ജനങ്ങളുടെ പ്രതീക്ഷകളെയോ ജനങ്ങളുടെ ആഗ്രഹങ്ങളെയോ ഒന്നും ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. കാരണം അതൊരു മാനിപ്പുലേഷനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അപ്പോൾ ഇനിയുള്ള ചർച്ചകൾ വേണ്ടത് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള BJP എന്നത് അല്ലെങ്കിൽ സംഘപരിവാർ എന്നത് അവർക്ക് ലഭ്യമായ എല്ലാറ്റിനെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണല്ലോ അവർക്കുള്ളത്. അങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ ഒരു ഇന്നസെൻ്റായിട്ട് ഒരു എക്സിറ്റ് പോളുകൾ നടക്കപ്പെടുമെന്നോ അങ്ങനെ ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പ് തന്നെ അത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ച് മാത്രം അത് വളരെ സ്വതന്ത്രവും നീതിപൂർവമായി നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യല്ലോ. റൈറ്റ്. അതങ്ങനെ ആയിരിക്കത്തന്നെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുന്നു. കേരളത്തെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകൾ പറയുന്നത് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും ഒരു സീറ്റിൽ BJPക്ക് സാധ്യത പറയുന്നു. 1 മുതൽ 3 വരെ സീറ്റുകൾ BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന എക്സിറ്റ് പോളുകളുണ്ട്. ചില എക്സിറ്റ് പോളുകൾ BJPക്ക് 27% വോട്ട് പെർസെൻറ്റേജ് കേരളത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നു. ആ എക്സിറ്റ് പോൾ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയുടെ വോട്ട് ശതമാനം 29% താഴും എന്ന് പറയുന്നു.
ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നോ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കേരളത്തിനെ കുറിച്ച് കാര്യമാണല്ലോ മറ്റേ കൃത്യമായി അറിയുക. മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ച് ഇപ്പോൾ ഇതേ സാധനമായിരിക്കും. ഇപ്പോൾ 27% വോട്ട് ഷെയർ BJPക്ക് ഉണ്ട് എന്ന് കെ സുരേന്ദ്രൻ പോലും പറയുന്നത് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഇതാണ് കേരളത്തിലെ എക്സിറ്റ് പോളിൻ്റെ അവസ്ഥ. അപ്പോൾ ജനറലി ഒരു UDFന് 15 സീറ്റുകളാണല്ലോ, 15+ സീറ്റുകളാണ് ഈ എല്ലാ എക്സിറ്റ് ഫലങ്ങളും പറയുന്നത്. BJPക്ക് 1 മുതൽ 3 വരെ. അത് ഏതാണ്ട് യാഥാർത്ഥ്യവുമായി ഒത്തുപോകുന്നതാണെന്നത്. ചിലപ്പോൾ 4 സീറ്റ് വരെ BJP കിട്ടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ 27% വോട്ട് കിട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അപ്പം അങ്ങനെയായിരിക്കാം ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രൊജക്ഷൻ ഇങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും? കർണാടകത്തിൽ വലിയൊരു പ്രശ്നമുണ്ട്. കർണാടകത്തിൽ ഇപ്രാവശ്യം BJP എന്തായാലും കഴിഞ്ഞ വർഷത്തെ പ്രകടനത്തിലേക്ക് വരില്ല എന്ന് ഏതാണ്ട് തീർച്ചയായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ ഈ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്, അതിൻ്റെ പിന്നിലുള്ള മാനിപ്പുലേഷൻസ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് എത്രത്തോളം യഥാർത്ഥത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു പ്രതിഫലനമാണ് എന്നുള്ള കാര്യം സംശയിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 27% BJPക്ക് കിട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ BJP 1 മുതൽ 4 വരെ സീറ്റുകൾ കിട്ടുന്നുവെന്ന് പറയുമ്പോൾ ആ പറയുന്ന സമയത്താണ് ആ ഒരു എലിമെൻ്റാണ് പക്ഷേ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. റൈറ്റ്. സിബി സത്യൻ ഉള്ളത് മുംബൈയിലാണ്. മഹാരാഷ്ട്ര വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് മഹാരാഷ്ട്രയാണ്. അവിടെ ഈ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, NCP, ശരത് പവാർ വിഭാഗം ഇവർ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെട്ടിരുന്നു. ഇലക്ഷന് മുമ്പ്, വോട്ടെടുപ്പിന് മുമ്പൊക്കെ വന്ന അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിലൊക്കെ ഈ സഖ്യത്തിന് വലിയ മുൻതൂക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇത് വരുമ്പോൾ, എക്സിറ്റ് പോളിലേക്ക് വരുമ്പോൾ വലിയ മുൻതൂക്കം ഈ NDAക്ക് പറയുന്നില്ലെങ്കിൽ പോലും NDAക്ക് കുറെ കൂടെ മുൻതൂക്കം നൽകുന്നതാണ് എക്സിറ്റ് പോള് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് എത്രത്തോളം യാഥാർത്ഥ്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. രാജീവ്, അത് 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത്, എക്സിറ്റ് പോളിന് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രീ പോൾ സർവേ ഉണ്ടായിരുന്നു. പ്രീ പോൾ സർവേയിൽ ഈ പറഞ്ഞ NCP, ശിവസേന, കോൺഗ്രസ് സഖ്യം ഏതാണ്ട് 26 സീറ്റുകൾ വരെ നേടുമെന്ന് ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. അപ്പം ഈ ആദ്യഘട്ടത്തിൽ ഇത്രയും സീറ്റുകൾ നേടുമെന്ന് വന്നതിന് ശേഷമാണ് NCPയിൽ പിളർപ്പ് സംഭവിക്കുന്നത്. അതായത് BJP വളരെ കൃത്യമായിട്ട് എഞ്ചിനീയർ ചെയ്ത 2 പിളർപ്പുകൾ. ഒരു കാരണവശാലും ഇവരുടെ സഖ്യം, അതായത് ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ, അതായത് വിഘടിതമല്ലാത്ത ശിവസേനയും വിഘടിതമല്ലാത്ത NCPയും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ നിഷ്പ്രയാസം ഇവരെ BJPയെ പിന്നിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. അപ്പോൾ അത് തകർക്കത്തറിയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 2ാമത് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഉത്തർപ്രദേശ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 48 സീറ്റുകൾ. അപ്പോൾ ഇവിടെ ഈ സംസ്ഥാനം വളരെ പ്രാധാന്യത്തോടെ, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വേറെ തരത്തിൽ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റുകളുടെ ആസ്ഥാനമാണ് മുംബൈ, ഏറ്റവും കൂടുതൽ ധനം ഉണ്ടാകുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയിലെ അധികാരത്തിന് വലിയൊരു സ്ഥാനമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അപ്പോൾ മാത്രമല്ല, മഹാരാഷ്ട്രയിലെ അധികാരം എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്ന ഏതാണ്ട് അവരുടെ കൂടെയാണ് ഏതാണ്ട് എല്ലാ കാലവും നിൽക്കുന്നത്. അപ്പോൾ സമാനമായൊരു സാഹചര്യത്തിൽ ഈ മഹാരാഷ്ട്രയുടെ ഭരണം വളരെ പ്രസക്തമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് ചെയ്ത തന്ത്രങ്ങളുമായിട്ടാണ് BJP മുന്നോട്ട് വന്നത്. അതിൽ 1ാം ഘട്ടത്തിലാണ് അവർ ED അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏകനാഥ് ഷിൻഡെയും ശിവസേനയിലെ ഭൂരിപക്ഷം MLAമാരെ അടർത്തിയെടുത്ത് ശിവസേനയെ നെടുക പിളർത്തി എന്നല്ല പറയുന്നത്, ഏതാണ്ട് ഉന്മൂലനം ചെയ്യത്തക്ക രീതിയിൽ, അവരുടെ ലെജിസ്ലേറ്റർ പാർട്ടിയെ ഉന്മൂലനം ചെയ്യത്തക്ക രീതിയിൽ തന്നെ അവർ പിളർത്തി മാറ്റിയെടുത്തത് 1ാം ഘട്ടത്തിലാണ്. 2ാം ഘട്ടത്തിൽ NCPക്കും, അതായത് ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീഷ്മാചാര്യനെന്ന് നമ്മളെല്ലാം കരുതുന്ന ശരത് പവാറിൻ്റെ പാർട്ടിയെ പോലും പിളർത്തിയെടുക്കാനുള്ള ഒരു ശേഷിയും ധൈര്യവും BJP കാണിച്ചു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. കാരണം പ്രീ പോൾ സർവേയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഈ പറഞ്ഞ മഹാവികാസ് അഘാഡിക്ക് കിട്ടിയേക്കുമെന്ന പ്രവചനങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പിളർപ്പ് സംഭവിച്ചത്. അതിന് പിന്നാലെയാണ് അശോക് ചവാനടക്കമുള്ള നേതാക്കന്മാരെ അവർ പിളർത്തിയെടുത്തത്. അശോക് ചവാനെ ശരിക്കും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി, അക്ഷരാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തി, ഭാര്യയും മകളെയും അടക്കം ജയിലടയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്തി തന്നെയാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോയത്. കാരണം അദ്ദേഹം നിരവധി കോൺഗ്രസ് നേതാക്കന്മാരെ കരഞ്ഞുകൊണ്ട് വിളിച്ച് സംസാരിച്ചത് എനിക്ക് വ്യക്തിപരമായി കൂടി അറിയാവുന്ന സംഗതിയാണ്. അപ്പം അത്തരത്തിൽ, കാരണം
അശോക് ചവാന്റെ സാന്നിധ്യവും ബി ജെ പിക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടണം എന്നുള്ള ധാരണയിൽ തന്നെയാണ് ആ പിളർപ്പ് സംഭവിച്ചത്. അപ്പം ഇതിന് ശേഷം ഈ പറഞ്ഞതുപോലെ 15 സീറ്റുകളെങ്കിലും ഈ പറഞ്ഞ മഹാവികാസ് അഘാടിക്ക് നേടാൻ കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മികച്ച പ്രകടനം എന്ന് തന്നെ വിളിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 26 സീറ്റിൽ നിന്നും ഈ പിളർപ്പിനൊക്കെ ശേഷം 15 കുറയുക. അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ സംഗതി എന്ന് പറയുന്നത്, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ രീതിയിൽ പണം ചിലവാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ഈ പറയുന്ന മര്യാദയ്ക്കുള്ള ജനാധിപത്യമൊന്നും അല്ല അവിടെ നടക്കുന്നത്. അവിടെ പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ മാരകമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലായിടത്തും. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള പണം ആകെപ്പാടുണ്ടായിരുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP മാത്രമാണ്. ബാക്കി എല്ലാവരുടെയും ധനത്തിൻ്റെ എല്ലാ സോഴ്സുകളും അവർ അടച്ചു കളഞ്ഞു. അതായത് ശിവസേനയുടെ ഏറ്റവും വലിയ ശക്തി ദുർഗം എന്ന് പറയുന്നത് BMCയുടെ ഭരണമാണ്. BMCയുടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 1.5 വർഷത്തിലേറെയായി. കാരണം അവിടെ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഒരു കാരണവശാലും അതുവഴിയുള്ള വരുമാനം പോലും പാർട്ടികൾക്ക് നിഷേധിച്ചുകൊണ്ട് സമ്പൂർണ്ണമായിട്ടും എല്ലാ വഴിയടച്ചുകൊണ്ടുള്ള വളരെ കാൽക്കുലേറ്റീവായ ഒരു സംഭവമാണ് BJP തവണ നടത്തിയത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കോൺഗ്രസിൻ്റെ 500 കോടിയുടെ ഫണ്ട് മരവിപ്പിച്ചിട്ടാണ് അവർ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് തന്നെ. അപ്പോൾ ചുരുക്കത്തിൽ അവർ രാഷ്ട്രീയപരവും എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗിച്ചും എല്ലാ തരത്തിലുള്ള വഴിയടപ്പ് നടത്തിയും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഈ ജനങ്ങളുടെ ഫീലിംഗ് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ, അത് നൈതികമായ ആയിട്ടായാലും അല്ലാതെയുള്ള തയ്യാറെടുപ്പുകൾ BJP നടത്തിയത് ഏതാണ്ട് മറ്റു പാർട്ടികളെ ഏറെക്കുറെ ഈ അംഗവൈകല്യമുള്ളവരാക്കി മാറ്റുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ തന്നെയായിരുന്നു. അതായത് പ്രധാനപ്പെട്ട പാർട്ടികളെ പിളർത്തുക, ഫണ്ടിൻ്റെ സോഴ്സുകൾ അടയ്ക്കുക തുടങ്ങി എല്ലാ വളരെ തന്ത്രപരമായിട്ട് 4 വശം കൂടെ ആക്രമിച്ച് മുന്നോട്ട് പോയി നടത്തിയ ഒരു കൃത്യമായ അജണ്ടയോട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ശ്രീ പ്രശാന്ത് പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ എക്സിറ്റ് പോളിൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്, എക്സിറ്റ് പോൾ ശരിയാണ്, ഒരു സാമ്പിൾ സർവേ ആണ്. നമ്മുടെ കോടിക്കണക്കിന് 100 കോടിയോളം വോട്ടർമാരുടെ വികാരം ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1.25 ലക്ഷം വോട്ടർമാരുടെ സമീപിച്ച് എടുക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു 20 മുതൽ 30% വരെ വേരിയേഷൻസ് വരാനുള്ള സാധ്യതയെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ സീരിയസ് ആയി കാണേണ്ട ഒരു സംഗതി, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേയധികം എക്സിറ്റ് പോളുകളെങ്കിലും ഏറെക്കുറെ ആക്യുറേറ്റ് ആയിട്ട്, എന്നുവെച്ചാൽ വളരെ കൃത്യമാവണമെന്നില്ല, പക്ഷേ ഏറെക്കുറെ ആക്യുറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഫലങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനിതിനെ 2 രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രീപോൾ സർവേകൾ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏത് പാർട്ടിക്കായാലും പ്രത്യേകിച്ച് ഭരണപക്ഷത്തിന് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ വികാരത്തെ, എതിരാളികളുടെ ആത്മവിശ്വാസത്തെ കെടുത്തുക, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീപോൾ സർവേകൾ കുറെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. എക്സിറ്റ് പോളുകൾ അത്തരം ഒരു മാനിപ്പുലേഷനുള്ള സ്കോപ്പില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സിറ്റ് പോളുകൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. ഒന്നുകിൽ നിങ്ങൾ വോട്ടിംഗ് മെഷീനകത്ത്, പ്രതിപക്ഷം വർഷങ്ങളായിട്ട് ആരോപിക്കുന്നത് പോലെ വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും കൃത്രിമം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പം അത് ജനങ്ങൾക്ക് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി നോക്കൂ, പ്രീപോൾ എക്സിറ്റ് പോൾ ഓൾറെഡി ഇതാണ് ഫലം തന്നത്, അതുകൊണ്ട് ഇതിനകത്ത് കൃത്രിമം ഇല്ല എന്ന് അത്തരത്തിലുള്ളൊരു മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് എക്സിറ്റ് പോളുകളുടെ മാനിപ്പുലേഷൻ വരുന്നത്. അല്ലാതെ എക്സിറ്റ് പോളുകൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ആർക്കും പ്രയോജനമൊന്നുമില്ല. കാരണം വെറും 3 ദിവസത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവം മാത്രമാണ് എക്സിറ്റ് പോളുകൾ. അപ്പം ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ വേരിയേഷൻ 20 to 30% വേരിയേഷൻ വരും എന്ന് പറയുന്നത് ഒരു വലിയ വേരിയേഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 30% സീറ്റുകൾ ഇപ്പം വന്നതിൽ നിന്ന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ ഭരണം മാറാം. അപ്പം ആ ഒരു പ്രതീക്ഷയാണ് സത്യത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളത്. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എക്സിറ്റ് പോളുകൾ ഏറെക്കുറെ ആക്യുറേറ്റ് ആയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും, നിലവിൽ കേരളത്തിലെ എക്സിറ്റ് പോളുകളിലേക്ക് വരിക, കേരളത്തിലെ 3 സീറ്റ് വരെ NDAക്ക് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാം കേരളത്തിലെ രാഷ്ട്രീയം കുറച്ചുകൂടി അടുത്തറിയാമെന്ന് ഞാനും നമ്മളുമൊക്കെ വിശ്വസിക്കുന്നു. കേരളം അടിസ്ഥാനപരമായി എങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഇലക്ഷനിൽ ഒരുപക്ഷെ നമ്മൾ കണ്ടറിയുമായിരിക്കും. പക്ഷേ അതിനു മുമ്പത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 3 സീറ്റുകൾ NDAക്ക് പ്രവചിക്കുന്ന ഒരു എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് അല്പം അവിശ്വസനീയമായി തോന്നുന്നൊരു സംഗതിയാണ്. സത്യം പറഞ്ഞാൽ അല്പം അവിശ്വസനീയമായി തോന്നുന്ന സംഗതിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 3 സീറ്റുകൾ NDAക്ക് പോവുകയാണെങ്കിൽ, NDAക്ക് പ്രവചിക്കുകയാണെങ്കിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ത്യ പുറത്തെടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലേറ്റഡ് വാല്യൂ ആണ് NDAക്ക് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പോയിന്റ് അതാണ്. കാരണം ഇനി പറയില്ല, 2 ദിവസം കൂടിയുള്ള റിസൾട്ട് വരുമ്പോൾ ഈ പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് BJPക്ക് 1, 2, 3 സീറ്റുകൾ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റി പറയാൻ അല്ലെങ്കിൽ അത്തരൊരു പ്രവചനത്തിന് ഇനി പ്രസക്തിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, അങ്ങനെ BJPക്ക് കേരളത്തിൽ അത്ര ശക്തമായൊരു വേരോട്ടം ഉണ്ടാകാനുള്ള സാധ്യത നിലവിലില്ല.
അപ്പം അതൊരു ഇൻഫ്ലേറ്റഡ് വാല്യൂ ആയിട്ട് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തം ഇന്ത്യയിലെ ആ ഒരു ഇൻഫ്ലേഷൻ കൂടി അധികം വന്നിട്ടുണ്ട് ഈ പോളുകളിൽ നിന്ന് കണക്കാക്കണം. പിന്നെ ഞാൻ ഇന്നലെ ഒരു TV ചർച്ചയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ഒരുവിധപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളും 300-ൽ താഴെ വോട്ടുകളാണ് BJPക്ക് പ്രവചിച്ചിരുന്നത്. പക്ഷേ ഒന്നോ രണ്ടോ ഒരു സർവേ മാത്രമാണ് അതിൽ കൂടുതൽ പ്രവചിച്ചത്. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് BJP 300-ന് മുകളിൽ സീറ്റ് പിടിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ഇവർ 400-ൻ്റെ ആത്മവിശ്വാസം കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ അവസാനം ബോർഡ് റൂമിൽ ഇരുന്നിട്ട് കുറച്ച് സീറ്റുകൾ അധികം ചേർത്ത്, അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യം, നമ്മുടെ ക്രിക്കറ്റിലൊക്കെ പറയുന്ന പോലെ സംശയത്തിൻ്റെ ആനുകൂല്യം ബാറ്റ്മാന് കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ആ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം BJPക്ക് അധികം കൊടുത്ത് 350 വരെ എത്തിച്ചതാണോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അല്പം അവിശ്വസനീയമായ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്ക് വളരെ വിരുദ്ധമായ, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കല്ല നമ്മുടെ കണക്കൂട്ടലുകൾക്ക് വളരെ വിരുദ്ധമായ ഒരു എക്സിറ്റ് പോൾ റിസൾട്ടാണ് നിലവിൽ വന്നിരിക്കുന്നത്. റൈറ്റ്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, നമ്മൾ ഈ എക്സിറ്റ് പോളിൽ ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഈ 3 സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൗതുകരമായിട്ട് എനിക്ക് തോന്നിയത് BJP തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്ര സീറ്റാണോ അവകാശപ്പെട്ടിരുന്നത് ഏതാണ്ട് അതിന് അടുക്ക പിടിച്ച് എക്സിറ്റ് പോളിൽ സീറ്റ് വന്നിട്ട്. ഇപ്പോൾ ഉത്തർപ്രദേശ് എടുത്തു കഴിഞ്ഞാൽ അവർ 74-75 സീറ്റ് നേടും എന്ന് BJP അവകാശപ്പെട്ടിരുന്നു. എക്സിറ്റ് പോളുകൾ ഏതാണ്ട് 64 മുതൽ 74 വരെ സീറ്റ് BJPക്ക് കൊടുക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിൽ അവർ 25-26 സീറ്റ് വരെ അവകാശപ്പെട്ടിരുന്നു. പല സർവേകൾ നോക്കുമ്പോൾ 22 മുതൽ 25 വരെ സീറ്റ് വെസ്റ്റ് ബംഗാളിൽ കൊടുക്കുന്നുണ്ട്. ബീഹാറിലും ഏതാണ്ട് അവർ അവകാശപ്പെടുന്നതിനടുത്ത് 30 മുതൽ 33 വരെ സീറ്റ് എക്സിറ്റ് പോളുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ ഇലക്ഷൻ സിനാരിയോയിൽ കണ്ടത് ഇപ്പോൾ ഉത്തർപ്രദേശും ബീഹാറും നേരിട്ട് അറിയാവുന്നതാണല്ലോ. ആ ഇലക്ഷൻ സിനാരിയോയിൽ കണ്ടുവരുന്നതിനനുസരിച്ചുള്ളൊരു പാറ്റേൺ ആയി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഫീൽഡിൽ കാണുന്നത് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ എക്സിറ്റ് പോളുകളൊക്കെ വരുന്നതിന് മുമ്പേ രാഷ്ട്രീയ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഫീൽഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 93 മുതൽ ഏതാണ്ട് 2014 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ ഈ ഗട്ട് ഫീലിംഗ് ശരിയായി വന്നിട്ടുള്ളൊരു കാഴ്ചയെടുപ്പ് 2004 ഇതേപോലെ സമാനമായ രീതിയിൽ ഇന്ത്യയിലുള്ള മാധ്യമപ്രവർത്തകരിൽ ഞാനടക്കം ഒരു വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ഇന്ത്യ തുടങ്ങുന്നില്ല എന്നും വാജ്പേയി നേതൃത്വത്തിലുള്ള ഇന്ത്യ സർക്കാർ പരാജയം നേരിടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വളരെ ചുരുക്കം നാമമാത്രമായ പത്രപ്രവർത്തകരുടെ കൂട്ടത്തിലാണ് എൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നത്. അന്ന് എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. അന്ന് 2004 എക്സിറ്റ് പോളുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ടാണ് വാജ്പേയിയുടെ ഭരണം മാറുന്നത്. സമാനമായ രീതിയിൽ 2021 പശ്ചിമ ബംഗാളിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ എക്സിറ്റ് പോളുകളും തെറ്റുകയും തൃണമൂൽ കോൺഗ്രസ് വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ BJP വലിയ രീതിയിൽ മുന്നേറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021 പശ്ചിമ ബംഗാളിൽ കണ്ടത്. പിന്നെ ഈ സമാനമായ രീതിയിൽ ഇപ്പോൾ കേരളത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളും മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും എനിക്ക് തോന്നുന്നത് നമ്പറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിശേഷമാണ് പ്രസന്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ഞാൻ കേരളത്തിലെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം സുവിശേഷമായിരുന്നില്ലേ? ഏതാണ്ട് LDF അധികാരത്തിൽ തിരിച്ചു വരും എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല എക്സിറ്റ് പോളുകളും പ്രവചിച്ചെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ എക്സിറ്റ് പോളുകൾക്ക് ഈ പറഞ്ഞ ഒരു മാർജിനൽ സിബി പറഞ്ഞതുപോലെ ഈ 20-30% ഓഫ് മാർജിനുകൾ ഉണ്ടാവുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എല്ലാ എക്സിറ്റ് പോളുകളും പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു മാർജിനൽ ഫലം വെച്ചിട്ടാണ് ഈ ഉത്തർപ്രദേശും ബീഹാറിലും ഈ ഒരു സ്ഥിതിവിശേഷം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എക്സിറ്റ് പോളുകൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഗുണം എന്ന ചോദ്യം സിബി ചോദിക്കുകയുണ്ടായി. അതിന്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 11 മുതൽ 15 സീറ്റ് വരെ രാഷ്ട്രീയ ജനതാദളിന് കിട്ടുന്ന ചെറിയ വോട്ടും രാഷ്ട്രീയ ജനതാദൾ ജയിക്കുന്ന സീറ്റുകൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഇടപെടലിലൂടെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു മാനിപ്പുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായകമാകും ഈ എക്സിറ്റ് പോളുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് മുതൽ കപിൽ സിബൽ വരെയുള്ള നേതാക്കന്മാർ അവര് എന്താണ് ഈ കൗണ്ടിംഗ് സെന്ററിൽ അനുവർത്തിക്കേണ്ട ഒരു 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 മാതൃക പെരുമാറ്റച്ചട്ടമൊക്കെ ഈ പ്രതിപക്ഷത്തിന്റെ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ
ഈ ബീഹാർ എക്സ്പീരിയൻസ് കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിലും സമാനമായ രീതിയിൽ 6-7 സീറ്റുകളിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ജയിപ്പിക്കാനിരുന്നു. ഇപ്പൊ സണ്ണിയെ പോലെയുള്ള നോർത്ത് ഇന്ത്യയിൽ കുറെ കാലമായിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കും എനിക്കൊക്കെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഈ ഇത്തരത്തില് ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വഹിക്കുന്ന റോൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചെറിയ മാർജിനൽ വിക്ടറി ഉണ്ടാവുന്ന സീറ്റുകളിൽ തീർച്ചയായും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് ഒരു വലിയ റോളുണ്ട് അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സുഷമ സ്വരാജിനെ പറ്റിയിട്ടുള്ള ഹരിയാനയിൽ നടന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. സുഷമ സ്വരാജിന്റെ സഹോദരി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ആ ഇലക്ഷനിൽ അവർ തോറ്റു. അവരൊരു ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥിയെടുത്താണ് തോറ്റത്. ഏതാണ്ട് 1500 വോട്ടിനെടുത്ത് തോറ്റു. അത് തോൽക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അവരൊരു ചോപ്പറിൽ വന്ന് ഈ കൗണ്ടിംഗ് സെന്ററിൽ കയറി അവർ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഇലക്ഷൻ കൗണ്ടിങ്ങിന്റെ ഓഫീസർ അദ്ദേഹം സുഷമ സ്വരാജിന്റെ സഹോദരി ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ ഹരിയാനയിലെ ജാട്ട് സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മറ്റേ ഈ സ്വതന്ത്രമായി മത്സരിച്ചിട്ടുള്ള യഥാർത്ഥത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി. ഈ സുഷമ സ്വരാജ് അവിടെ ലാൻഡ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞ ശേഷം ഏതാണ്ട് 10-25,000 ജാട്ടുകൾ ഈ കൗണ്ടിംഗ് സെന്റർ വളയുകയും നിങ്ങൾ എന്തായാലും അകത്ത് കയറി ഇനി നിങ്ങൾ പുറത്തു വരും നമ്മൾ കാണണം എന്ന് പറഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വളയിച്ചു. ഈ നമ്മുടെ കർഷക സമരത്തിലേക്ക് നടത്തിയിട്ടുള്ള സീജിന്റെ മറ്റൊരു രൂപം. അങ്ങനെ അവസാനം ഈ കൗണ്ടിങ് ഈ സ്ഥിതി വളരെ മോശമാണെന്ന് മനസ്സിലായ ശേഷം രണ്ടാമത് മാറ്റി പറഞ്ഞിട്ടുള്ള സുഷമ സ്വരാജിന്റെ സഹോദരി ജയിപ്പിച്ച ആ സീറ്റിൽ വീണ്ടും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള തിരിമറികൾ ഈ കൗണ്ടിങ്ങിന്റെ സമയത്ത് നടക്കാറുണ്ട്. അതിന് കളമൊരുക്കാൻ വേണ്ടിയിട്ട് ഈ എക്സിറ്റ് പോൾ മാനിപ്പുലേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു തട്ടുവുമായിട്ട് മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ശ്രീ സണ്ണി സെബാസ്റ്റ്യൻ, ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ളൊരു സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പാകത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞാൽ EVM ഓൾറെഡി അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന റിസൾട്ടുകൾക്കൊരു സാധൂകരണം ഉണ്ടാക്കാൻ പാകത്തിലേക്കാണ് ഈ എക്സിറ്റ് പോളുകളൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇത്തരം സാധ്യതകളൊക്കെ നിലനിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും an atmosphere of mistrust അത് ത്രൂ ഔട്ട് എലക്ഷൻ ക്യാമ്പയിനിലുണ്ടായിരുന്നു. ഇന്ത്യ അലയൻസിലുള്ള ലീഡേഴ്സ് ഇങ്ങനെ പറയാമായിരുന്നു, ഞങ്ങള് ഈ സീറ്റുകളിൽ ജയിക്കേണ്ടതാണ്, പക്ഷേ വരുന്നത് EVM മാനിപ്പുലേഷനിലും ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള പോസിബിൾ മാനിപ്പുലേഷൻ വഴിയുമാണ്. ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്നത് പാർട്ട്ലി ഇതിനകത്തു നിന്നാണ് വരുന്നത്. കാരണം ഇത് ഞങ്ങളുടെ കയ്യിലല്ല, ആൾക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ബിറ്റ്വീൻ പോളിംഗ് ആൻഡ് റിസൾട്ട് ആ സിറ്റുവേഷനിൽ എന്തും സംഭവിക്കാം എന്നുള്ളൊരു നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം അധികാരത്തിൽ ഇരിക്കുന്നവരുടെ ഒരു പ്രത്യേക വിശേഷമാണ്. അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണ്. അവരുടെ ബ്ലൈൻഡായിട്ട് അവരെ വിശ്വസിക്കുന്നവരുടെ അടുത്ത് നല്ല ക്രെഡിബിലിറ്റിയും റെസ്റ്റ് ഓഫ് ദ കൺട്രിയിൽ അവർക്ക് യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണ്. നെഹ്റുവിന്റെ കാലഘട്ടം ഒന്നുമല്ലല്ലോ ഇത്. അപ്പോഴത്തേക്ക് വേറൊരു കാര്യം കൂടി എനിക്ക് എക്സിറ്റ് പോളിനെ പറ്റി പറയാനുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും 2-3 ദിവസത്തേക്കല്ലേ, ഇതൊരു എന്റർടൈൻമെന്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ്, ഒരു ടോപ്പിക് അല്ലേ, അതുപോലെ എല്ലാവർക്കും ഒരു എന്താ പറയുന്നത് ടൈം പാസ് മാതിരി. ഈ പോസിബിൾ മാനിപ്പുലേഷനുള്ള സ്കോപ്പ് ഉണ്ടാക്കുന്നത് കൂടാതെ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. നമ്മളത് നേരത്തെ നോട്ടീസ് ചെയ്താണ്. പോളിംഗിന്റെ സമയത്തും അല്ലെങ്കിൽ ക്യാമ്പയിൻ തുടങ്ങുമ്പോഴേ ഉണ്ടല്ലോ ഈ സട്ടാ ബസാർ, പ്രത്യേകിച്ച് ഫലോദി, രാജസ്ഥാൻ ഇപ്പോൾ ഫേമസ് ആയിട്ടിരിക്കുന്ന ഫലോദി സട്ടാ ബസാറിലാണ്. ഫലോദി എന്ന് പറയുന്നത് ജോധ്പൂരിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫലോദി ഒരു പുതിയ ഡിസ്ട്രിക്റ്റ് ആയി. അല്ലെങ്കിൽ ജോധ്പൂർ ഡിവിഷണൽ ഹെഡ് ക്വാർട്ടറിൽ നിന്ന് 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനിവിടെ 40 വർഷമായെങ്കിലും എനിക്കൊരു ഐഡിയ ഇല്ല ഫലോദിയിൽ ആരാ ഇത് ചെയ്യുന്നത്, എവിടുന്നാ ചെയ്യുന്നത്, ആരോട് ചോദിച്ചാലാ ഇതിൻ്റെ റിസൾട്ട് പറയുന്നത്. പക്ഷെ ഭയങ്കര സ്പെക്കുലേഷനാണ്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടികളുടെ സ്പെക്കുലേഷൻ, സട്ട, ഗാംബ്ലിങ്. ഈ പീരീഡിലും ഗാംബ്ലിങ്ങിന് നല്ല സ്കോപ്പ് ഉണ്ട്. എക്സിറ്റ് പോൾ എത്രമാത്രം ശരിയാകുമെന്നും പറഞ്ഞും ഗാംബിൾ ചെയ്യാൻ പറ്റും. അത് മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാൻ ഒരു കാരണം വേണമെന്ന് പറയുന്നത് പോലെ സ്പെക്കുലേറ്റ് ചെയ്യുന്നവർക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വേണം. അപ്പോൾ എക്സിറ്റ് പോൾ പറഞ്ഞത് എത്രമാത്രം ശരിയാകും അല്ലെങ്കിൽ എത്രമാത്രം സെറ്റാകും എന്ന് പറഞ്ഞും ആൾക്കാർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും പൈസ നഷ്ടപ്പെടാനും ഉള്ള ഒരു ചാൻസാണ്
നഷ്ടപ്പെടുത്താനുമുള്ളൊരു ചാൻസ് ആയിട്ട് ഇതിനെ കരുതണം. ഓവറോളായിട്ട് അറ്റ്മോസ്ഫിയർ, ഇന്ത്യയിൽ ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ഡെമോക്രസി ചലഞ്ചിലായിരിക്കുന്ന സിറ്റുവേഷനിൽ വളരെ ഒരു ലാക്ക് ഓഫ് ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇലക്ഷൻ കമ്മീഷനും അത് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട്, ഫെയ്ത്ത് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഇൻക്ലൂഡിങ് പതുക്കെ ലേറ്റായിട്ട് തരുന്ന പോളിംഗ് ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ അദ്ദേഹം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവിടെ പോയി കന്യാകുമാരിക്ക് പോയ കാര്യം ബ്രോഡ്കാസ്റ്റ് ചെയ്യരുതെന്നും ഒക്കെയുള്ള അപേക്ഷകളെല്ലാം തള്ളിക്കളഞ്ഞ്, പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ തള്ളിക്കളഞ്ഞ് രീതിയിൽ അധികം ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഇല്ലാത്ത സ്ഥിതിയിൽ എല്ലാവരും എവരിബഡി ഈസ് കീപ്പിംഗ് ദർ ഫിംഗേഴ്സ് ക്രോസ്. അത് ആ സിറ്റുവേഷനിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. റൈറ്റ്, ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരാം. അപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ ഈ ഡിസ്കഷനിൽ നിന്ന് കുറച്ച് നേരത്തെ പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, നമ്മൾ ഈ എക്സിറ്റ് പോളുകളുടെ ഫലം ഏതാണ്ട് ശരിയാവുന്നു എന്ന് വിചാരിക്കുക. ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 350 സീറ്റിനടുത്ത് ഏതാണ്ട് എല്ലാ സർവേകളും NDAക്ക് ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. അത് ശരിയാകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ RSS, BJP, പേരുള്ളതും ഇല്ലാത്തതുമായ പരിവാർ സംഘടനകൾ, NDAയിലെ പ്രത്യക്ഷത്തിലുള്ളതും പരോക്ഷത്തിലുള്ളതുമായ ഘടകകക്ഷികൾ, സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ, ഇൻകം ടാക്സ്, ED, CBI എന്ന് തുടങ്ങി വിവിധ അന്വേഷണ ഏജൻസികൾ, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ, ജുഡീഷ്യറിയിലെ മുഴുവനല്ല ഞാൻ പറയുന്നത്, ജുഡീഷ്യറിയുടെ നേരിട്ടല്ലാതെയുള്ള ചില സഹായങ്ങൾ, പിന്നെ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പക്ഷത്ത് നിന്നതിന് ശേഷവും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 350 സീറ്റിലേക്ക് അവരെത്തുന്നുള്ളൂ എങ്കിൽ രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്കിനിയും പ്രതീക്ഷിക്കാം എന്ന് കരുതണം. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ 3-4 ദിവസം മുമ്പേ ബാംഗ്ലൂർ കലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടുള്ള ഒരു ഫോക്കസ് ഡിസ്കഷൻ അവർ വെച്ചിരുന്നു. അതിൽ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന അശോക് ലവാസ അദ്ദേഹം ഒരു അരമണിക്കൂറിന്റെ പ്രസന്റേഷൻ നടത്തുന്നുണ്ടായി. ഈ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള മറ്റേ അവരുടെ നോട്ടപ്പിസുകളും അവരുടെ കമ്മീഷൻസ് ആൻഡ് ഒമിഷൻസ് അതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അരമണിക്കൂർ പ്രസന്റേഷൻ നടത്തുന്നുണ്ടായി. അത് അദ്ദേഹം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനായിരുന്ന ജാബിർ നിയാന്താദും ബിഷൻ സിംഗ് ബേദിയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു സംഭാഷണത്തെ പറ്റി പറഞ്ഞുണ്ടാകും. അപ്പൊ ജാബിർ നിയാന്താദ് ഇന്ത്യൻ ടീമിലുള്ള ഒരു 4 ക്രിക്കറ്റേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് ഈ 4 പേരും കൂടെ പാകിസ്ഥാന്റെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തെ ഏത് ടീമിനെയും എനിക്ക് തോൽപ്പിക്കാൻ പറ്റും എന്ന് ജാബിർ നിയാന്താദ് ബിഷൻ സിംഗ് ബേദിയോട് പറഞ്ഞപ്പോൾ ബിഷൻ സിംഗ് ബേദി തിരിച്ചു പറഞ്ഞത്, എനിക്ക് അത് പാകിസ്ഥാൻ ടീമിലെ കളിക്കാരൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഒരു പാകിസ്ഥാൻ എന്നുള്ളൊരു 4 അമ്പയർമാരെ എനിക്ക് അയച്ചു തന്നാൽ ആ അമ്പയർമാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തെ ഏത് ടീമിനെയും എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് ബിഷൻ സിംഗ് ബേദി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ലവാസ ഇത് പറഞ്ഞത് ഉദാഹരണമായിട്ട് പറഞ്ഞു വെച്ചാൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അമ്പയർമാർ ആകേണ്ട ഇലക്ഷൻ കമ്മീഷൻ അത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവര് പക്ഷം പിടിച്ചിട്ടാണ് ബാറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കളിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ലവാസ് അത് പറഞ്ഞത്. അപ്പൊ ഞാനും ഈ ഒരു ഫൈനൽ ക്ലോഷറിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ യോഗേന്ദ്ര യാദവുമായിട്ട് നമ്മൾ ആയിരത്തി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സംഭാഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ യോഗേന്ദ്ര യാദവ് വളരെ സവിശേഷമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു ഇലക്ഷൻ കമ്മീഷണർ വളരെ ദുരൂഹത നിറഞ്ഞൊരു സാഹചര്യത്തിൽ ഒരു രാജിവെച്ചതിനെ പറ്റി യോഗേന്ദ്ര യാദവ് സൂചിപ്പിക്കുന്നുണ്ടായി. അതെന്താണ് ആ രാജിക്ക് പിന്നിൽ ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല, സർക്കാരിന്റെ ഭാഗത്ത് വിശദീകരണമുണ്ടായിട്ടില്ല, മറ്റു തലങ്ങളിൽ നിന്നും വിശദീകരണം വന്നില്ല. ഇപ്പൊ എന്താണ്, എന്ത് തരത്തിലുള്ള യോഗേന്ദ്ര യാദവ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ള സംശയം എന്താ വെച്ചാൽ എന്തോ തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ, ഒരു വലിയ കൂടിയ മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അത് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം മിക്കവാറും അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ എക്സിറ്റ് പോളുകളുടെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഇപ്പോ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ EVM-ന്റെ ഡിപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ വർദ്ധിച്ചിട്ടുള്ള ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് EVM ഡിപ്ലോയ്
ചെയ്യപ്പെടാത്തതിന്റെ കാര്യം എന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നത്. ഇപ്പോൾ അശോക് ലവാസ പറഞ്ഞാൽ അദ്ദേഹമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ സമയത്ത് ഒരു ചോദ്യം ഇലക്ഷൻ കമ്മീഷന് ഇമെയിലിലോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ PRO ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ ചോദ്യത്തിന് മറുപടി കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആയിരക്കണക്കിന് മെസ്സേജ് അയച്ചാലും മെയിലുകൾ അയച്ചാലും മറുപടി കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ. എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ട് ട്രാൻസ്പെറൻസി ഒട്ടുമില്ലാത്തൊരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് ലവാസ പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ എക്സിറ്റ് പോളുകളെ കാണാൻ വേണ്ടി. ഈ യഥാർത്ഥ വെബ്സൈറ്റുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിറ്റ് പോളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയിൽ കൂടെ നമ്മൾ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രത്യേകിച്ചും കേരളം പോലെയുള്ള കർണാടകം പോലെയുള്ള നമുക്ക് അടുത്തറിയാവുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എക്സിറ്റ് പോളുകൾ വന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു കോൺടെക്സ്റ്റിൽ വേണം കാര്യങ്ങൾ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. CB സത്യൻ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ദേശീയത അല്ലെങ്കിൽ വിജൃംഭിച്ച ദേശീയത ഒരു വലിയ ഘടകമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തു നിന്നാണെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളും ഉന്നയിക്കാൻ ശ്രമമുണ്ടായിരുന്നു. ഇപ്പോൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർന്നു നിൽക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ. അതുപോലെ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ഇപ്പോൾ 2014 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ പ്രകടനപത്രയെക്കുറിച്ച് പരാമർശിക്കുന്നു. BJPയുടെ പ്രകടനപത്രയെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചായിട്ട് നമ്മൾ കേട്ടതേയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രകടനപത്രയെ അദ്ദേഹത്തിന് പരാമർശിക്കേണ്ടി വരുന്നു. അതിലെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കേണ്ടി വരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. ദാറ്റ് മീൻസ് ഈ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് ഒരുപക്ഷെ മറ്റു പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും ബാധിക്കാത്ത വിധത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് എക്സിറ്റ് പോളുകൾ നമ്മളോട് പറയുന്നത്. അതങ്ങനെ ആകാനുള്ളൊരു സാധ്യത അത് എത്രത്തോളമാണ്? രാജീവെ, വളരെ വിചിത്രമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിചിത്രമായ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സാഹൂതം വീക്ഷിക്കുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികളെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം 2019 ഒരുപക്ഷെ ഇതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പക്ഷെ അന്നുപോലും എക്സിറ്റ് പോളുകൾ അതായത് ഇൻവിൻസിബിളായൊരു മോദിയാണ് 2019 ഉണ്ടായിരുന്നത്. അന്നുപോലും എക്സിറ്റ് പോളുകൾ പരമാവധി 300 സീറ്റുകൾ വരെയാണ് BJPക്ക് പ്രവചിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ മോദി ഇൻവിൻസിബിൾ ആയിരുന്നില്ല. മോദിയുടെ അതായത് മോദി ഫാക്ടർ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു തരത്തിൽ. അതായത് അറ്റ്ലീസ്റ്റ് പ്രചരണ രംഗത്തെങ്കിലും നമ്മൾ പറയുന്ന പോലെ നേരത്തെ മോദിയുടെ പേര് പറഞ്ഞാൽ മോദിക്ക് വേണ്ടി വോട്ട് വാങ്ങിച്ച് ജയിക്കാം എന്ന് പറയുന്നൊരു സ്ഥിതിഗതി 2019 ഉണ്ടായിരുന്നു. അതായത് ഒരു MP ആയിട്ട് മത്സരിക്കുന്ന ഒരാൾക്ക് അയാളുടെ കപ്പാസിറ്റി വേണമെന്നില്ല. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ ഹരിയാനയിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ മത്സരിക്കുന്ന ഒരു MPക്ക് മോദിയുടെ പേര് പറഞ്ഞാൽ വോട്ട് കിട്ടുന്നൊരവസ്ഥ 2019 ഉണ്ടായിരുന്നു. പക്ഷേ 2024 നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത്തരം ഒരു അവസ്ഥ ഉള്ളതായിട്ട് എവിടെയും ഒരു ഫീൽ വന്നിട്ടില്ല. അതായത് ഒരുവിധപ്പെട്ട എല്ലാ മാധ്യമങ്ങളെയും ഇപ്പോൾ ഈ പറഞ്ഞ BJP അനുകൂല ചായവുള്ള മാധ്യമങ്ങളാക്കി മാറ്റിയെടുത്ത ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് അത്തരം ഒരവസ്ഥ എവിടെയും വായിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പ്രീപോൾ സർവേകളൊക്കെ ഈ പറഞ്ഞ പോലെ ലാൻഡ് സ്ലൈഡ് വിക്ടറികൾ BJPക്ക് പ്രവചിച്ചെങ്കിലും അതിനുശേഷം എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ നോക്കുന്നത് 1ാം ഘട്ടം 2ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു മോദിയാണ് നമ്മൾ കണ്ടത്. അതായത് മോദിക്ക് തന്നെ എന്ത് പറയണമെന്നറിയില്ല. മോദിക്ക് തന്നെ അവർ ഫിക്സ് ചെയ്ത എല്ലാ അജണ്ടകളും, അതായത് അവർ വളരെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്താണ് രാമജന്മ ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ഉദ്ഘാടനം. അതായത് നോർമലി രാഷ്ട്രീയക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മോബ് സൈക്കോളജിയെ പറ്റിയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് എനിക്ക് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നമ്മളുടെ ഓർമ്മകൾക്ക് ഒരുപാട് ആയുസ് ഉണ്ടാവും. ചിലപ്പോൾ 3 വയസ്സ് മുതലുള്ള എല്ലാ ഓർമ്മകളും നമുക്കുണ്ടാവും. പക്ഷെ ഒരു മോബിൻ്റെ, ഒരു ജനക്കൂട്ടത്തിൻ്റെ, ഒരു ക്രൗഡിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് 6 മാസമാണെന്നാണ് ഏറെക്കുറെ കണക്കൂട്ടുന്നത്. അതായത് 6 മാസത്തിന് മുമ്പുള്ള സംഭവങ്ങൾ, പൊതു സംഭവങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ ഓർത്തു വെക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കാനോ ജനത്തിന് ശേഷി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2019 മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJP വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. അവർ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കുക. അതായത് ജനങ്ങൾക്ക് ഇലക്ഷനിൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള സംഗതികൾ കൊണ്ടുവരിക. കഴിഞ്ഞ വർഷം നമുക്ക് നോക്കുന്നുണ്ടാവും 2019 തെരഞ്ഞെടുപ്പിന് കുറച്ച് മുമ്പ് എല്ലാ കർഷകർക്കും 6000 രൂപ വെച്ച് കൊടുത്തു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേന്ദ്ര സർക്കാർ കൊടുത്തതാണെങ്കിലും അത് BJP കൊടുത്തതാണ്. അതുകൊണ്ട് ഈ ഇലക്ഷനിൽ BJPക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ തവണ നോക്കുക, രാമജന്മഭൂമി പണി ഇതുവരെ തീർന്നിട്ടില്ല.
പണി തീരാൻ ഇനി 2 വർഷം ബാക്കിയുണ്ട്. എന്നിട്ടും അവർ ധൃതി പിടിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്തു കൃത്യം 5 മാസം മുമ്പ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത് ജനങ്ങളുടെ മനസ്സിൽ ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CA അവർ വളരെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു സംഭവമാണ് CA. അത് അവർ കറക്റ്റായിട്ട് ഇലക്ഷൻ അതായത് അതിനു വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപനം വൈകിപ്പിച്ചത് എന്ന് തോന്നുന്ന രീതിയിൽ പോലും അത് കൊണ്ടുവന്നിട്ട് അത് പ്രഖ്യാപിച്ചു. പക്ഷേ വളരെ രസകരമായി എനിക്ക് തോന്നിയത് ഇത്തരം സംഭവങ്ങളൊന്നും ഉദ്ദേശിച്ചൊരു ഇമ്പാക്റ്റ് ആക്ച്വലി അറ്റ്ലീസ്റ്റ് പുറം ലെവലിൽ ഉണ്ടാക്കിയില്ല. പുറം ലെവലിൽ ഉണ്ടാകാതെ 1-2 ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അതിമാരകമായ വോട്ടിംഗ് ശതമാനം കുറയുകയും ആ വോട്ടിംഗ് ശതമാനം BJP ആശങ്കപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അവർ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ പരിപാടികൾ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ആണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്, ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് മനസ്സിലായത് BJP ഭയത്തിലാണ് എന്ന്. BJP ഭയത്തിലാണ് എന്ന് ഈ ഉണ്ടാക്കിയ തോന്നൽ BJPയുടെ ഭാഗത്ത് തന്നെയാണ് വന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി പച്ചയ്ക്ക് വർഗീയത പറയാൻ തുടങ്ങി. വളരെ ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിന് യോജിക്കാത്ത രീതിയിലുള്ള വർഗീയതകൾ അദ്ദേഹം പറയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നീട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക, അതായത് അതുവരെ ഉള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും BJP മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയെ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥ ആയിരുന്നെങ്കിൽ ഇത്തവണ അക്കാര്യത്തിൽ പൂർണ്ണമായി വിജയിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. കാരണം BJPക്ക് ഒരു രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെച്ച രാമജന്മ ക്ഷേത്രം അടക്കമുള്ള രാഷ്ട്രീയ അജണ്ടകൾ രാഷ്ട്രീയത്തിൽ ഫോളോ ചെയ്യപ്പെട്ടില്ല. കഴിഞ്ഞ തവണ വന്നതുപോലെ അവസാന നിമിഷം ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ബാലാക്കോട്ട് പോലുള്ള ഒരു സംഭവം ഉണ്ടായില്ല. പക്ഷേ എന്ന് മാത്രമല്ല BJPക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിക്ക് കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ ആക്ഷേപിക്കുക തുടങ്ങിയ സംഭവങ്ങളിലേക്ക് വരേണ്ടി വന്നു. അതായത് ഒരു വിഷയദാരിദ്ര്യം, അവർക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിന്റെ അഭാവം വളരെ ശക്തമായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്തവണ അജണ്ട നിശ്ചയിക്കാൻ പ്രതിപക്ഷത്തിനായി എന്നുള്ളത് ഭയങ്കരമായ ഒരു ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിംഗിൾ മോദി ഫാക്ടർ, രാജ്യമൊട്ടാകെ ഒരു സിംഗിൾ മോദി ഫാക്ടർ എന്നതിന് പകരമായിട്ട് പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു. അത് ഒരുപക്ഷെ കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പഠിച്ച ഒരു പാഠമാണ്. അതായത് പ്രാദേശിക വിഷയങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ ഈ മോഡി പ്രഭാവം, അതായത് മോഡി എന്ന് പറയുന്ന ഒരു സെമി ഗോഡിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിലൂടെയും സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു ഡെമി ഗോഡിനെ മറികടക്കാൻ പ്രാദേശിക വിഷയങ്ങൾ എടുത്തിടുക, പ്രാദേശികപരമായ ഭരണപരാജയങ്ങൾ ഉയർത്തി കാണിക്കുക, പ്രാദേശികമായ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൊണ്ടുവരിക തുടങ്ങിയ ഒരു സമീപനം കഴിഞ്ഞ കർണാടക ഇലക്ഷൻ തൊട്ട് അവർ മുന്നോട്ട് നോക്കി അത് വിജയിക്കുകയും ചെയ്തതാണ്. കർണാടകത്തിലും തെലങ്കാനയിലും ഒക്കെ അത് വിജയിച്ചതാണ്. അപ്പം ആ ഒരു പ്രവർത്തനം ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ നടന്നു. എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശികമായ വിഷയങ്ങളുടെ മേൽ ഏറ്റുമുട്ടലുകളുണ്ടായി. അപ്പം അങ്ങനെ ഒരു സിംഗിളായ ഒരു നാഷണൽ അജണ്ടയിൽ നിന്ന് സ്റ്റേറ്റ് അജണ്ടകളിലേക്ക് തെരഞ്ഞെടുപ്പിനെ മാറ്റി പ്രതിഷ്ഠിക്കാൻ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രതിപക്ഷത്തിന് തവണയായി. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന എല്ലാ സിറ്റുവേഷനും ഇത്തവണ ഉണ്ടായിരുന്നു. അതായത് ഒരു നാഷണൽ അജണ്ടയുടെ അഭാവം BJPക്ക് ഉണ്ടായിരുന്നു. മോദി ഫാക്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു വലിയ തിളങ്ങുന്ന അജണ്ട പ്രതീക്ഷിച്ച പോലെ വിജയിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രാദേശിക പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ അഴിമതി തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിനു മുമ്പ് വരെ അഴിമതി എന്ന് പറയുന്നത് BJP അഴിമതി ചെയ്യില്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദി എന്ന് പറയുന്ന ആള് വിവാഹം കഴിക്കാത്ത ആളാണ്, അദ്ദേഹത്തിന് കുടുംബമില്ല, കുട്ടികളില്ല, അദ്ദേഹം അഴിമതി ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്ന് തുടങ്ങിയ ഒരുപാട് ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല, മറിച്ച് അഴിമതി വളരെ റാമ്പൻ്റാണ്. മനസ്സിലായി, ഏത് അഴിമതി ചെയ്താലും BJP പോയി ചേർന്നാൽ അവർ രക്ഷപ്പെടും തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഇത്തവണ കടന്നു വന്നു. അപ്പോൾ ഇതെല്ലാം വന്നിട്ടും ഈ പറഞ്ഞ പോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരവസ്ഥയിൽ 3 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർ തയ്യാറെടുത്തതെങ്കിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ആ ഒരു വേരിയേഷൻ, ആ ഒരു എറർ ഓഫ് ജഡ്ജ്മെന്റ്, ആ ഒരു മാർജിൻ ഓഫ് എറർ എന്തായാലും കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ദിവസം കൂടിയേ ഉള്ളൂ, എന്നാലും പ്രതീക്ഷയുണ്ട്. റൈറ്റ്. പ്രശാന്ത്, എന്താ തോന്നുന്നത്? ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കനുസരിച്ചാണ് റിസൾട്ട് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മോദി ഫാക്ടർ എന്ന് പറയുന്നത് വളരെ പ്രകടമായിട്ടും പ്രബലമായിട്ടും രാജ്യത്ത് ഇപ്പോഴും തുടരുന്നു എന്ന് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അല്ല, ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മൂന്ന് പോസിബിൾ സിനാറിയോ ആണുള്ളത്. ഒന്ന്, ഇവർ NDA തിരിച്ചു വരിക, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക, അല്ലെങ്കിൽ മൂന്നാമതൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും ഏതാണ്ട് 1 കൊല്ലത്തിനകം അവരെ അടിച്ചു പിരിയുകയും അത് വീണ്ടും BJP അധികാരത്തിൽ വരാനുള്ള സാധ്യത ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
ഇതിൽ മൂന്നാമത്തതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒരു ബി ജെ പിക്ക് ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് എന്നുള്ള ഒരു നറേറ്റീവിനെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്നത് ആയിരിക്കും അങ്ങനെ ഒരു സെനാറിയോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചു എങ്കിൽ 350 അനുസരിച്ച് സീറ്റ് കിട്ടി അവർ വിജയിക്കുകയാണെങ്കിൽ അത് നമ്മളോട് പറയുന്നത് എന്താണ് എന്നാണല്ലോ ചോദിക്കുന്നത്. അത് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്നുള്ളത് നമ്മുടെ സംഘപരിവാരത്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇത്രയും കാലം ബി ജെ പിയെയും സംഘപരിവാറിനെയും നേരിട്ട് കൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജി തീർച്ചയായും വേണ്ടി വരും എന്നതായിരിക്കും ഒരുപക്ഷെ ഈ ഒരു റിസൾട്ടിൻ്റെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു കോയിലീഷൻ ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൃത്യമായ രീതിയിൽ അജണ്ടകൾ തീരുമാനിക്കപ്പെടുകയും ഈ ഓരോ രാഷ്ട്രീയ നേതാവും ഓരോ പ്രാദേശിക നേതാവും ഓരോ രീതിയിൽ സംസാരിക്കാതിരിക്കുകയും ഇതൊരു മോട്ട്ലി ക്രൗഡാണ് അല്ലെങ്കിൽ തൽക്കാലത്തെ ആവശ്യത്തിന് വേണ്ടി ഒരു പടച്ചുകൂട്ടിയ ഒന്നാണ് ഈ പ്രതിപക്ഷ മുന്നണി എന്ന ധാരണയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഇത് ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ NDA വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസ് മൊത്തം മാറ്റേണ്ടി വരും. അതായത് നമ്മുടെ ഈ സംഘപരിവാർ വിരുദ്ധ ചേരിയെ എങ്ങനെ ശക്തിപ്പെടുത്തേണ്ടി വരും. ഇനി അവർ അധികാരത്തിൽ വരുമ്പോൾ വളരെ ശക്തമായിട്ടാണല്ലോ അധികാരത്തിൽ വരുന്നത്. അവരുടെ അജണ്ടകൾ തുടരുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു RSS BJP വിരുദ്ധ നിലപാടുകളിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അതങ്ങനെ നടത്തിയേ പറ്റൂ എന്നുള്ളതായിരിക്കാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലാണ് BJP വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ ചോദിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവൻ്റെ സ്വൈര ജീവിതം, സമാധാനപരമായ ജീവിതം, അവൻ്റെ വലിയ പ്രയാസങ്ങൾ, ഇതൊക്കെ ഒരു വിഷയവുമല്ലാതാവുകയും അതിനപ്പുറത്തേക്ക് ഇമോഷൻസ് കൊണ്ട് അല്ലെങ്കിൽ വ്യാജങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അത് ഇത്തവണയും അത് തന്നെ സംഭവിച്ചു എന്നതിൻ്റെ ഒരു സൂചനയാണോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ? ഇത് അങ്ങനെ വരികയാണെങ്കിലുള്ള ചോദ്യമാണത്. അങ്ങനെ വരികയാണെങ്കിൽ BJP വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രചരണമാണ് വിജയിച്ചത് എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയവും BJP ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ BJP അടിത്തട്ടിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പെൻഷൻ കൊടുക്കുക, ടോയ്ലറ്റ് നിർമ്മാണം, അങ്ങനെ ജനങ്ങൾ അത് നമ്മൾ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലുള്ള ജീവിതങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇമോട്ടീവായിട്ടുള്ള ഇമോഷണൽ മാത്രമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം വിജയിക്കും എന്ന ഒരു സൂചനയാണ് നൽകുന്നത്. അതായത് BJPയെ സ്വീകാര്യമാക്കുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന വളരെ ദുഃഖകരമായ തിരിച്ചറിവിലേക്കായിരിക്കും അത് പോകുന്നത്. അതായത് BJP ഒരു കാര്യം ഉന്നയിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട് എന്ന് തിരിച്ചറിയപ്പെടുന്നത് അത് വളരെ വളരെ അതുപോലെ ഭീകരമായ ഭയാനകമായ തിരിച്ചറിവാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ വോട്ട് നേടാം എന്നുള്ളതാണ് ആ സന്ദേശമെങ്കിൽ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അവസാനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന 2-3 ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിയും BJP നേതാക്കന്മാരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് തന്നെ അറിയാം എന്ന കാര്യങ്ങൾ ഒരു യുക്തിയുമില്ലാത്ത വളരെ കമ്മ്യൂണലായിട്ടുള്ള രീതിയിലാണ് അവർ പോകുന്നത്. ആ ഒരു പ്രചരണം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്തോ അടിസ്ഥാനപരമായിട്ടുള്ള എന്തോ ഒരു കുഴപ്പമുണ്ട്,
അല്ലെങ്കിൽ സമൂഹത്തെ അങ്ങനെ സജ്ജമാക്കിയെടുക്കുന്നതിൽ, സമൂഹത്തെ അങ്ങനെ ഒരു മാറ്റിയെടുക്കുന്നതിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അത് നൽകുന്ന സൂചന. റൈറ്റ്. ശ്രീ സണ്ണി സെബാസ്റ്റ്യൻ, ഈ ഇലക്ഷനിലേക്ക് ഈ ഇലക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം മോദി ഗ്യാരണ്ടി ആയിരുന്നു. അത് 2 ഘട്ടമാകുമ്പോഴത്തേക്കും മോദി ഗ്യാരണ്ടി എന്നുള്ളത് പ്രധാനമന്ത്രി തന്നെ അതിൽ നിന്ന് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ അദ്ദേഹം രണ്ട് വോട്ടിംഗ് ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം തീർത്തും കമ്മ്യൂണലായിട്ടുള്ള പ്രചരണത്തിലേക്ക് മൂവ് ചെയ്യുന്ന കാഴ്ച. അപ്പോൾ ഇതൊക്കെ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് BJP നടത്തുകയും അതിൻ്റെ ഫലം അവരുണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ രാജസ്ഥാനിലെ പ്രവചനത്തെക്കുറിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. ഗുജറാത്ത് കഴിഞ്ഞ തവണത്തെ പോലെ ഏതാണ്ട് സമ്പൂർണ്ണ വിജയം, മധ്യപ്രദേശ് ഏതാണ്ട് സമ്പൂർണ്ണ വിജയം. ഇവിടെയൊക്കെ ഈ പറയുന്ന ഇമോഷൻസ്, അതായത് കമ്മ്യൂണലി ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ അജണ്ട കൊണ്ട് ഈ സമ്പൂർണ്ണ വിജയം നേടാൻ കഴിയുന്നു എന്ന തോന്നലാണോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൃഷ്ടിക്കുന്നത്? എക്സിറ്റ് പോൾ അനുസരിച്ചും അതുപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്നതും ഇവർ ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ളമായ സ്ഥിതി, ബേസിക്കലി BJPയുടെ അജണ്ട കമ്മ്യൂണലാണ്. കോർ അജണ്ട കമ്മ്യൂണൽ തന്നെയാണ്. ബാക്കി എന്താ പറയുന്നത്, ഒരു ഡെവലപ്മെന്റിന്റെ ഒരു പരിവേഷം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡിവിഷൻ ഓഫ് നോ കമ്മ്യൂണിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഹിന്ദു മജോറിറ്റേറിയൻ സ്റ്റേറ്റിനെയാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. എത്രമാത്രം എത്ര സ്പീഡ് ഉണ്ടാവും ആ അൾട്ടിമേറ്റ് ഗോളിന് എന്നുള്ളൊരു ഇഷ്യൂവേ ഉള്ളൂ. എന്നെങ്കിലും അതിലേക്കാണ് രാജ്യത്തെ കൺട്രിയെ നയിക്കുന്നത്. രണ്ടാമത് വേറൊരു പ്രത്യേകത ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്മ്യൂണൽ ഇഷ്യൂസ് റേക്കപ്പ് ചെയ്തു. വേണ്ടാത്ത ബാൻസ്വാഡയിൽ, രാജസ്ഥാന്റെ ബാൻസ്വാഡയിൽ വന്ന് വളരെ എക്സ്ട്രീം ആയിട്ടുള്ളത് ഉള്ള മംഗൾസൂത്രവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പറയുകയും മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി തട്ടിപ്പറിച്ച് അവർക്ക് കൊടുക്കുമെന്നും റിഡിക്കുലസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെയാണ്. അത് വിശ്വസിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. എനിവരെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പ്രാവശ്യം ടുവേഴ്സ് ദ മിഡിൽ ഓഫ് ദ ക്യാമ്പയിൻ ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നു. പോളിംഗ് കുറവായപ്പോഴത്തേക്കും RSS എന്തോ ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ട്, BJP ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പോളിംഗ് കുറയാൻ അത് കാരണമായിട്ട് പറയപ്പെടുന്നു. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി എന്തോ സംഭവിക്കുന്നുണ്ട്. ഉടനെ സൂണർ ഓർ ലേറ്റർ എന്തെങ്കിലും സംഭവിക്കും. അത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണുകയേ നിവൃത്തിയുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട് മഹാരാഷ്ട്രയിലുള്ള നമ്മുടെ ഗസ്റ്റ് പറയും, ആന്റി ഗുജറാത്ത് ഫീലിങ്സ് മഹാരാഷ്ട്രയിലുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങളിൽ പലരും മ്യൂട്ടഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ഗുജറാത്ത് ഡോമിനേഷനെ പറ്റിയാണ്. ഇന്ത്യയിൽ ബ്യൂറോക്രസിയിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലും ഗുജറാത്തിന്റെ ഡോമിനേഷൻ. ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ലീഡർഷിപ്പാണ് കൺട്രി രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വിചാരിക്കേണ്ടതാണ്. അതല്ലേ ഇന്ത്യയെ പുതിയ യുഗത്തിലേക്ക് നയിക്കുന്ന ഒരു ലീഡർ വിചാരിക്കേണ്ടത്. പക്ഷെ ഇദ്ദേഹത്തിന് ആദ്യത്തെ ഇൻട്രസ്റ്റ് ഗുജറാത്ത് ആണെങ്കിൽ നമ്മൾ പാർട്ടിസാനായിട്ടുള്ള പരോക്കിലായിട്ടുള്ള രീതിയിൽ നമ്മൾ അത് റിയാക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. പലർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാം ഗുജറാത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അതുപോലെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള എക്സിറ്റ് പോളിനെ പറ്റി, നമ്മൾ അവിടെ ഇരുന്ന് കേരളത്തിലുള്ളവർ പറയത്തില്ലേ, കേരളത്തിൽ എക്സാമ്പിൾ 3 സീറ്റ് BJPക്ക് കേരളത്തിൽ കിട്ടുമെന്ന് പറയുമ്പോൾ, അല്ലെ കർണാടകത്തിൽ ഇതുപോലെ BJP അല്ലെങ്കിൽ NDA പെർഫോം ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക്, തമിഴ്നാട്ടിൽ കൊടുക്കുന്ന സീറ്റുകൾ, മഹാരാഷ്ട്രയിൽ പോലും കൊടുക്കുന്ന സീറ്റുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതെത്രമാത്രം റിയലിസ്റ്റിക് ആണ്. പക്ഷെ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാണ്ടായിട്ടുണ്ട്, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അത്രയ്ക്ക് എക്സാഗ്രേറ്റഡ് അല്ല. കേരളത്തിൽ എക്സാഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് കൊടുത്തിരിക്കുന്ന മാതിരി ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ കൊടുത്തു ഞാൻ പറയത്തില്ല. ഒരു ഡയറക്ഷൻ അവരുടെ ശരിയാണ്, പക്ഷെ അത് നമ്പർ കൂട്ടി കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പ്രിപ്പയർഡ്നെസ്സിനെ പറ്റി പറഞ്ഞല്ലോ, ഒപ്പോസിഷൻ അലയൻസ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ യൂണിറ്റി. ഒപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, അന്നേരത്തെ സ്ഥിതി അനുസരിച്ചുള്ള ഒപ്പോസിഷൻ റൂളിംഗ് പാർട്ടി ആവാം. പക്ഷേ ഈ പർട്ടിക്കുലർ ഇന്ത്യ അലയൻസിന്റെ കാര്യത്തിൽ വളരെ കൊഹീസീവ് ആയിട്ടുള്ള ഒരു അലയൻസ് ആയിരുന്നില്ല എങ്കിൽ പോലും വിചാരിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ട്, ഫോർ എക്സാമ്പിൾ രാജസ്ഥാനിലെ വളരെ നല്ലതായിട്ട്, പ്രത്യേകിച്ച് CPM കോൺഗ്രസിന്റെ കോമ്പിനേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് CPMക്കാർ പോലും പറയും കോൺഗ്രസ്സുകാർ കോൺഗ്രസ് ലീഡർഷിപ്പ് ഞങ്ങളെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തു.
അത്രയ്ക്കധികം നാഗോറിൽ പറയണമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ബാൻസ്വാഡയിൽ ഭാരതീയ ട്രൈബൽ പാർട്ടിയായിട്ട് അത്രയ്ക്ക് നല്ലൊരു കോർഡിനേഷൻ ഇല്ലായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ഡൽഹിയിലാണെങ്കിൽ ആം ആദ്മിയായിട്ട് അത്രയ്ക്ക് നല്ല കോർഡിനേഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഹരിയാനയിൽ അതിനേക്കാളും ബെറ്റർ ആയിരുന്നു. അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷേ അവർ ഇമോഷണലി ഈ പ്രാവശ്യം പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഏറ്റവും അടുത്തൊരു ബാക്കിയുള്ള നോൺ BJP പാർട്ടീസ് വളരെ അടുത്ത് വന്നൊരു സമയമാണിത്. ഇതൊരു നല്ലൊരു തുടക്കമായിട്ട് ഞാൻ കരുതും. അതുപോലെ തന്നെ ബിഗിനിങ് ഓഫ് ദ എൻഡ് ആയിരിക്കും പലരുടെയും എന്ന് എനിക്ക് ഒരു ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഈ കാര്യം. നല്ലൊരു തുടക്കമായിട്ട് തന്നെ ഈ ഇന്ത്യ അലയൻസിനെ കരുതും. റൈറ്റ്. ഞാൻ അവിടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്, പിന്നീട് സുപ്രീം കോടതി അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ജാമ്യം നൽകിയത്, അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഇതൊരു ഗെയിം ചേഞ്ചർ ആകാനുള്ളൊരു സാധ്യത പലരും പ്രവചിച്ചിരുന്നു. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുമ്പോൾ ഡൽഹിയിൽ വലിയ എഫക്റ്റ് ഇല്ല. ഹരിയാനയിൽ BJPക്ക് എതിരായ വികാരം ഉണ്ടായിട്ട് പോലും കെജ്രിവാൾ തിരിച്ചു വന്നതിന് ശേഷവും BJP 7 സീറ്റ് വരെ നേടാം എന്ന് പറയുന്നു. പഞ്ചാബിൽ ഒരുപക്ഷെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായേക്കാം. അപ്പോൾ പക്ഷേ ഇത് മറ്റിടങ്ങളിലൊന്നും ഇതിൻ്റെ യാതൊരു എഫക്റ്റും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നു എന്നുള്ള അലിഗേഷൻസ് ഒന്നും, ഇത്തരം കാര്യങ്ങളൊന്നും ജനത്തെ ബാധിച്ചില്ല എന്നാണോ? ശ്രീ സണ്ണി എന്നോടായിരുന്നു. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഡൽഹിയിലുണ്ടായിരുന്ന ഗുഡ്വില്ല്, ഡൽഹിയിലുണ്ടാകാമായിരുന്ന പോസിറ്റീവ് ഇമ്പാക്ട് അവർ തന്നെ കളഞ്ഞു കുളിച്ചു. ആ സ്വാതി മലിവാൾ ഇഷ്യൂ വളരെ ബാഡ്ലി പ്ലാൻഡാന്ന് ഞാൻ പറയത്തില്ല. ഇതിന് വേറെ കാരണങ്ങളും ഉണ്ട്, പുറത്ത് പറയാൻ പറ്റത്തില്ലാത്ത കാരണങ്ങളും ഉണ്ട്. പക്ഷെ പൊളിറ്റിക്സിലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നമുക്കെന്നല്ല അവർക്ക് കുറച്ചുകൂടെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ സൂക്ഷിച്ച് കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ബാഡ്ലി എക്സിക്യൂട്ടഡ് ഫിയാസ്കോ ആണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ ഗുഡ്വിൽ ഒത്തിരി അവിടെ കുറഞ്ഞു. കുറച്ചുകൂടെ സീറ്റുകൾ ജയിക്കാമായിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴും ഞാൻ പറയുന്നു ആം ആദ്മി പാർട്ടിക്ക് നല്ല ഗുഡ്വില്ലുണ്ട് ഡൽഹിയിൽ. അതുപോലെ ഹരിയാനയിലാണേലും കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഹരിയാനയിൽ എക്സിറ്റ് പോൾ പറയുന്ന അനുസരിച്ചുള്ള സീറ്റുകളല്ല കിട്ടേണ്ടത്, കുറച്ചധികം കിട്ടണേ ഇന്ത്യ അലയൻസിനും. പഞ്ചാബിലാണേലും കുറച്ചുകൂടെ കിട്ടാൻ സാധ്യതയാണെന്നാണ് എൻ്റെ പേഴ്സണൽ വിചാരം. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ലീഡർഷിപ്പ് ഓൾമോസ്റ്റ് വൺ ലീഡർ പാർട്ടിയായിട്ട് നിൽക്കുന്നത്, ആ പാർട്ടിക്ക് തന്നെ അത് റിവൈസ് ഗുഡ്വില്ലുണ്ട്, അവർക്ക് ധാരാളം ഗുഡ്വില്ലുണ്ട്. പക്ഷെ അവരുടെ ഈ ഇടയ്ക്കുള്ള ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്സ് നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് സംഗതികൾ ഈ ഒരു പാർട്ടിയെ കൊഹീസീവ് പൊളിറ്റിക്കൽ പാർട്ടിയെ പോലെ അവർ പെരുമാറേണ്ടതായിട്ടിരിക്കുന്നു. അവർക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കണം. എന്നാലേ അവരെ ഒരു പാർട്ടി വിത്ത് സം റെക്കണിങ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ പാർട്ടിയായിട്ട് തന്നെ ഇത് നിൽക്കുമെന്നുള്ളതാണ്. അത് അവരുടെ ഭാഗത്തു നിന്ന് അത് ഒരു ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വീഴ്ചയായിട്ട് ഞാൻ കരുതുന്നു. ആം ആദ്മിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ജയിലിലായിരുന്നപ്പോൾ ചിലർ തമാശ പറഞ്ഞു, ജയിലിൽ കിടക്കുമായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞു. വരാതിരിക്കുമായിരുന്ന ഇതിനേക്കാളും വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. വന്നാലും വോട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഈ സ്വാതി മലിവാൾ സിറ്റുവേഷൻ വന്നു. പിന്നീട് കോൺഗ്രസും ആം ആദ്മിയും അവര് എന്തോ ഭാവിയിലേക്കുള്ള പ്ലാനിങ് അനുസരിച്ചായിരിക്കണം. കമ്പൈൻഡ് ആയിട്ട് രാഹുൽ ഗാന്ധിയുടെയും കെജ്രിവാളിന്റെ ഒരു മീറ്റിംഗ് പോലും നടന്നില്ല, പബ്ലിക് മീറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. അങ്ങനെയുള്ള സ്ഥിതിയിൽ പുറമെ അതുപോലെ തന്നെ പഞ്ചാബിന്റെ പോളിന്റെ ഫേസ് ആയപ്പോഴത്തേക്ക്, ഒടുവിലേക്ക് ആയപ്പോഴത്തേക്ക് കെജ്രിവാൾ പറഞ്ഞു ഈ മാര്യേജ് ഒരു പെർമനന്റ് ഒന്നും അല്ല, ഇതൊരു അലയൻസ്. അങ്ങനെ ഒരു ഹിന്റും കൂടെ കൊടുത്തു. കാരണം അവിടെ അലയൻസ് ഇല്ലല്ലോ. ആ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് ടോക്കും അതുപോലെ തന്നെ തമ്മിൽ ഹൃദയം തുറന്ന ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുക എല്ലാം ചെയ്തുകൊണ്ട് ഈ ഭാഗത്തൊരു വീഴ്ചയായിരുന്നു. ചില ഭാഗത്തൊക്കെ, ചില ഏരിയാസിലൊക്കെ ചില പാർട്ടികളുമായിട്ട്, ഫോർ എക്സാമ്പിൾ UP നല്ലതായിരുന്നു, ബീഹാർ നല്ലതായിരുന്നു, രാജസ്ഥാനിൽ നല്ലതായിരുന്നു, മഹാരാഷ്ട്ര എനിക്ക് അത്ര അറിവില്ല. ഓവറോൾ നല്ലതായിരുന്നു. പക്ഷെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. റൈറ്റ്. സിബിക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ സണ്ണി സെബാസ്റ്റ്യൻ ചോദിച്ചത് ഇതൊരു നല്ല തുടക്കമാണ് എന്ന് വേണമെങ്കിൽ ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് പറയാമെന്നുള്ളത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഇപ്പോൾ ശിവസേന, NCP, കോൺഗ്രസ് സഖ്യം അത് എത്രത്തോളം ജോയിൻ്റായിട്ട്, എത്ര കൊഹസീവായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? അത് ലാസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത എത്രത്തോളം? ഇത്തരം വലിയ ചോദ്യങ്ങളൊക്കെ വരുമല്ലോ ഈ ഇലക്ഷന് ശേഷം.
രാജീവേ, ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ സണ്ണി സാറ് പറഞ്ഞതുപോലെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്തു. പക്ഷേ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് പൊളിറ്റിക്സിൽ 1+1=2 അല്ല, ഒരിക്കലും അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ BSP SP സഖ്യം UP തൂത്തു വരേണ്ടതാണ്. കാരണം അവരുടെ രണ്ടിൻ്റെയും അതിന് തൊട്ട് മുമ്പത്തെ ഇലക്ഷനിലെ കമ്പൈൻഡ് ആയിട്ടുള്ള ജനപിന്തുണ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ ജനപിന്തുണയേക്കാൾ 4-5% മുകളിൽ നിൽക്കുമായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും സംയുക്തമായിട്ട് മത്സരിച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 സീറ്റിൽ BSP ജയിക്കുകയും 5 സീറ്റിൽ SP ജയിക്കുകയും ചെയ്തൊരവസ്ഥയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSPയുടെ ആൾക്കാർ SPക്ക് വോട്ട് ചെയ്തില്ല, ഒരുവിധപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തില്ല. SP കുറച്ച് BSPക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ അവരുടെ ഈ ഏറ്റവും വലിയ ഒരു ഇന്ത്യയുടെ ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്ന് വിചാരിച്ചിരുന്ന ആ സഖ്യം വെറും 15 സീറ്റിന് അവസാനിച്ചു. എന്തുകൊണ്ടാണ് മമത TMCയുമായിട്ട് ബംഗാളിൽ സഖ്യമില്ല, അല്ലെങ്കിൽ TMCക്ക് കോൺഗ്രസുമായിട്ടോ CPMമായിട്ടോ ഇല്ലാതെ മുന്നോട്ട് പോയതെന്ന് ചോദിച്ചാൽ ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം ബംഗാളിൻ്റെ ഒരു അവസ്ഥയിൽ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വേട്ടയാടുന്ന അതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുകയാണ്, വേട്ടയാടുന്ന 3 പാർട്ടികളാണുള്ളത്. ഒന്ന് BJP, ഒന്ന് CPM, ഒന്ന് കോൺഗ്രസ്. അതായത് എല്ലാ ദിവസവും അടി കിട്ടുന്നത് അവർക്കാണ്. ഇപ്പോൾ ഈ അടി കിട്ടുന്ന ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ മോൾത്തട്ടിൽ എന്ത് സഖ്യം ഉണ്ടായാലും അടിത്തട്ടിൽ അത് പ്രതിഫലിക്കില്ല. അതായത് ഒരു CPMകാരനും അവിടെ തൃണമൂൽ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല, ഒരു കോൺഗ്രസ്സുകാരനും അവിടെ തൃണമൂൽ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. അതിനേക്കാൾ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് BJPക്ക് വോട്ട് ചെയ്യാനാണ്. കാരണം അവിടെ ഈ 3 പേരും ഒരു തരത്തിൽ പറഞ്ഞ ഇരകളാണ്, മനസ്സിലായി. അപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷം വളരെ ശക്തമായിട്ട് ഈ പ്രതിപക്ഷ മുന്നണിയുടെ പല ഘട്ടങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, മഹാരാഷ്ട്രയിൽ പതിവില്ലാതെ അതിഗംഭീരമായ ഒരു മുന്നണി, എന്താ പറയുക, അരക്കിട്ടുറപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ളൊരു മുന്നണി സംവിധാനമാണ്. കാരണം അതിന് ശരത് പവാറിൻ്റെ ഒരു വലിയ സംഭവമുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു വലിയ വിട്ടുവീഴ്ച മനോഭാവമുണ്ട്, എന്താ പറയുക, ഉദ്ധവ് താക്കറെയുടെ ഒരു വലിയ എന്താ പറയുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അത് എല്ലാം കാരണം 2.5 വർഷം ഒരിക്കലും ആരും സാധ്യമാകുമെന്ന് വിചാരിച്ചൊരു അലയൻസ് അല്ല മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഉദ്ധവ് താക്കറെയുടെ കൂടെ ഒന്നിച്ചു നിന്ന് ഭരിക്കും, ഉദ്ധവ് താക്കറയെ മുഖ്യമന്ത്രിയാക്കിയിട്ട് പുറത്തുനിന്ന് പിന്താങ്ങുമെന്ന് പറയുന്ന ഒരു അവസ്ഥ ആരും പ്രതീക്ഷിച്ചില്ല. അത് സാധ്യമാക്കിയത് ശരത് പവാറാണ്. ശരത് പവാറാണ് കഴിഞ്ഞ ഇലക്ഷനിൽ നിലം തൊടില്ല എന്ന് വിചാരിച്ച കോൺഗ്രസ് NCP മുന്നണിയെ ഉയർത്തിക്കൊണ്ടുവന്ന ശരത് പവാറിൻ്റെ ഒറ്റൊരാളുടെ മിടുക്കാണ്. കാരണം ശരത് പവാറിനെ വേട്ടയാടാൻ EDയെയും ഇൻകം ടാക്സിനെ അടക്കമുള്ളൊരു വലിയ സംഘത്തെ അന്ന് മോദി സർക്കാർ അയച്ചിരുന്നു. എന്നിട്ട് മോദി തന്നെ നേരിട്ട് അവിടെ വന്നിട്ട് ശരത് പവാറിൻ്റെ അവസാനമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനുശേഷം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശരത് പവാർ എന്താണെന്ന് അദ്ദേഹം നേരിട്ട് കാണിച്ചു കൊടുത്തൊരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നമാണ്. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച് മുഖമെല്ലാം പോയിരിക്കുന്ന ഒരാളാണല്ലോ. അദ്ദേഹം ഒരു കൊടുപ്പ്, അദ്ദേഹം ഒരു വലിയ സാംഗ്ലിയിലാണെന്ന് തോന്നുന്നു. ഒരു വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം ജനങ്ങൾ ആരും പിരിഞ്ഞു പോകുന്നില്ല, എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം ഒരു കുടയായിട്ട് വരുമ്പോൾ ശരത് പവാർ ആ കുട വാങ്ങിക്കാതെ അദ്ദേഹം പറയുകയാണ്, ഇത്രയും ആൾക്കാർ മഴ നനഞ്ഞെന്നാണ് എന്നെ കേൾക്കുന്നത്, ഞാനും അവരോടൊപ്പം മഴ നനയും എന്ന് പറഞ്ഞിട്ട് പുള്ളി നടത്തുന്നൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഭയങ്കര എഫക്റ്റാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെ മാറ്റിമറിച്ചൊരു പ്രസംഗമെന്ന് നമുക്കറിയാം പറയാം. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കണ്ട് ആവേശപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു അത്. പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് കോൺഗ്രസിനൊന്നും മഹാരാഷ്ട്ര നയിക്കാൻ ആളില്ല, കോൺഗ്രസിനൊന്നും എടുത്തു പറയത്തക്ക ഒരു മനുഷ്യൻ പോലും ഇല്ല. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചത് 15-20 സീറ്റാണ് പരമാവധി. NCPക്കും അത്രയും സീറ്റുകളാണ് പ്രതീക്ഷിച്ചത്. കാരണം BJP തൂത്തുവാരി കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഇലക്ഷനായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഈ പറഞ്ഞ പ്രതിപക്ഷ സഖ്യം ഉയർത്തെഴുന്നേറ്റ ഒരു എഴുന്നേൽപ്പുണ്ട്, NCP കോൺഗ്രസ് സഖ്യം. അവർ ഏതാണ്ട് 52-50 സീറ്റുകൾ വീതം വാങ്ങിച്ച് വളരെ ശക്തമായ നിലയിൽ വരികയും അവിടെ വെച്ച് ഉദ്ധവ് താക്കറെയും BJPയും തമ്മിലൊരു തർക്കം ഉണ്ടായപ്പോൾ ഫലപ്രദമായിട്ട് അതിനകത്ത് ഇടപെട്ട് കോൺഗ്രസിനെ പറഞ്ഞ് മനസ്സിലാക്കി ശരത് പവാർ ഉദ്ധവ് താക്കറയെ ഒപ്പം നിർത്തി മഹാവികാസ് അഘാഡി എന്ന് പറയുന്നൊരു സർക്കാർ രൂപീകരിക്കുകയാണ്. അപ്പോൾ ആ സർക്കാരിൻ്റെ ആയുസ് 1 മാസമാണ് എന്നാണ് ഒരുവിധപ്പെട്ട എല്ലാവരും വിലയിരുത്തിയത്. പക്ഷേ ആ സർക്കാരിൻ്റെ ആയുസ് 1 മാസം അല്ലാണ്ട് 2-2.5 വർഷം നീണ്ടു നിന്നു. അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും എന്തെല്ലാം തർക്കങ്ങളുണ്ടായിട്ടും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായിട്ടും അവർ ഒന്നിച്ച് പിടിച്ചു ചർച്ച ചെയ്തും സംസാരിച്ചും കാര്യങ്ങൾ ക്ലിയർ ആക്കിയും ഈവൻ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടക്കമുള്ള ആൾക്കാർ വളരെ ലീനിയൻ്റ് ആയിട്ട് അതിനകത്ത് ഇടപെട്ട് ഉദ്ധവ് താക്കറെ ലീനിയൻ്റ് ആയിട്ട് ഇടപെട്ട് ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് ശരത് പവാറിന് ഇടയ്ക്ക് തന്നിട്ട് വളരെ ഗംഭീരമായ ഒരു പ്രവർത്തനമാണ്. അതിനേക്കാൾ വലിയ ഏറ്റവും രസകരമായ സംഭവം BJP അടുത്ത ഒരു വർക്ക് നോക്കി, അതായത് MLAമാരെ പിടിക്കുക, അവരെ കൊണ്ട് രാജിവെപ്പിക്കുക, എന്നിട്ട് വീണ്ടും BJP ബാനറിൽ. കാരണം നമുക്കറിയാം കേരളത്തിലെ പോലെയല്ല, മഹാരാഷ്ട്രയിലെ പല സ്ഥലങ്ങളിലും ഓരോ നേതാക്കൾക്ക് അവരുടെ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പോൾ ഈ നേതാവ് എങ്ങോട്ട് പറയുന്നു അവരുടെ കൂടെ ഈ വോട്ട് ബാങ്ക് കൂടെ പോകും.
അപ്പോൾ അങ്ങനെയാണ് ഈ ഉത്തരേന്ത്യയിൽ ഒരുതപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇവർ അധികാരം പിടിക്കുന്നത് ആ ഒരു അതിലാണ്. കാരണം വെച്ചാൽ ഒരു വലിയ വോട്ട് ബാങ്കുള്ള നേതാവിനെ കണ്ടുപിടിക്കുക, അവരെ ചാക്കിലാക്കുക, അപ്പോൾ ആ വോട്ട് ബാങ്ക് അവരുടെ കൂടെ ഇപ്പുറം വരും. അങ്ങനെയാണ് BJP ഇനോർഗാനിക്കായിട്ട് ശരിക്കും വളർന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്ത ഒരു വലിയ സംഭവമാണ് NCPയുടെ സ്ഥാനാർത്ഥിയായിട്ടിരുന്ന ഉദയരാജ ഭോസലെ. ഉദയരാജ ഭോസലെ എന്ന് പറയുന്നത് ശിവാജിയുടെ പിന്മുറക്കാരനാണ്. ആ മണ്ഡലത്തിലെ വലിയ സ്വാധീനം, ശിവാജി എന്ന് പറയുന്ന മഹാരാഷ്ട്രയുടെ വലിയ വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് NCP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ട് 6 മാസത്തിനുള്ളിൽ രാജിവെച്ചിട്ട് വീണ്ടും BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ തന്നെ ഒരു ബുദ്ധിമുട്ടി. കാരണം ഉദയരാജ ഭോസലേക്കെതിരെ വിജയിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ അവസാനം ഈ 3 പാർട്ടികളും കൂടി ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഉദയരാജ ഭോസലെ പരാജയപ്പെട്ടു. അത് BJPക്ക് വലിയ തിരിച്ചടിയായിരുന്നു. കാരണം ഈ 3 പാർട്ടികളോട് ഒന്നിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് BJP അന്നാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ആ ഒറ്റ കാരണം കൊണ്ടാണ് അതിൽ അവർ വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു, ആരെ എവിടെ രാജിവെപ്പിച്ച് മത്സരിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒറ്റ സ്ഥാനത്ത് നിർത്തിയിട്ട് പരാജയപ്പെടുത്തുമെന്ന്. അതിനുശേഷം ഒറ്റ MLA വിട്ടുപോകാൻ തയ്യാറായില്ല. ഒറ്റ MLA രാജിവെച്ചിട്ട് ഈ പറഞ്ഞ ഓപ്പറേഷൻ കമൽ കർണാടകയിൽ നടത്തിയതുപോലെ MLA രാജിവെപ്പിച്ച് BJP ടിക്കറ്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് തിരിച്ചുകൊണ്ടുവന്ന് അധികാരം പിടിച്ചെടുക്കുന്ന പരിപാടി മഹാരാഷ്ട്രയിൽ നടന്നില്ല. ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അവസാനം അവരൊരു 3-2 ഭൂരിപക്ഷത്തിൽ പിളർന്നു. പക്ഷേ 2.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഈ പ്രതിപക്ഷ സഖ്യം ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തിച്ച എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. ഇപ്പോൾ 2ആയിട്ട് പിളർത്തിയെടുത്തു. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാവ് രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിൻ്റെ നിരീക്ഷകനായിട്ട് അവിടെ വന്നത്. അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ ചെയ്തൊരു പ്രവർത്തനമുണ്ട്. ഒരു വലിയ, അതായത് ഒരു വിട്ടുവീഴ്ചയുടെ ഒരു വലിയ ലോകമുണ്ടത്. അപ്പോൾ ആ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസ് നേവരെ ചെയ്തിട്ടില്ലാത്തത്ര വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് ആ സഖ്യം നിലനിർത്തുന്നത്. കാരണം ഈ ശിവസേന പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈഗോ, ഭയങ്കര ഈഗോ ആണ്. മഹാരാഷ്ട്ര പ്രൈഡ്, മറാത്ത പ്രൈഡ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നത് നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരു ലെവലുള്ള സംഭവമാണ്. അപ്പോൾ അത് ഒക്കെ മറികടന്നിട്ട് ആ ഒരു സഖ്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരം. ഇനി എനിക്കിതിനകത്ത് ഒരു കാര്യം കൂടെ രാജീവ് ആഡ് ചെയ്യാനുള്ള സമയമുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇതുവരെ പറയുന്ന എല്ലാ പോയിന്റുകളും BJPയുടെ ദോഷവശങ്ങൾ ആണ്. പക്ഷെ BJPയുടെ കുറച്ച് നല്ല വശങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടുപഠിക്കേണ്ടതുണ്ട്. അത് ഒന്ന് എന്ന് പറയുന്നത് അവരുടെ പ്രിപ്പയർനെസ് ആണ്. അതായത് നമുക്കറിയാം, ഈ ഇന്ത്യ സഖ്യം ഉണ്ടാകുന്ന ഇലക്ഷന് 2 മാസം മുമ്പാണ്. എന്നാൽ BJPയുടെ പ്രവർത്തനം, ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. 5 വർഷം നീണ്ട ഒരു സംഗതിയാണ് അവർക്ക് തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്നും ആ ലെവലിലേക്ക് വന്നിട്ടില്ല. അവർക്ക് 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം മാത്രമാണ് തെരഞ്ഞെടുപ്പ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രഡീഷണലായിട്ട് അതാണ് എല്ലാ പാർട്ടികളുടെ അപ്രോച്ച്. അതായിരുന്നു എല്ലാ പാർട്ടികളുടെ അപ്രോച്ച്. അതായത് ഇലക്ഷൻ വരുമ്പോൾ 2-3 മാസം, മിക്കവാറും കോൺഗ്രസിൻ്റെയൊക്കെ നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പോലും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഗതിയേ അല്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക, സ്ഥാനാർത്ഥിക്കെതിരെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെങ്കിൽ അയാളെ മാറ്റിയിട്ട് പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക, അങ്ങനെയുള്ള എല്ലാ സമ്പ്രദായങ്ങളും അവർ കൃത്യമായിട്ട് പരീക്ഷിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ്, BJP ടെക്നോളജിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യയിൽ. കാരണം ഈ BJP 2014 ഉപയോഗിച്ച സോഷ്യൽ മീഡിയ ടെക്നോളജിയൊക്കെ കോൺഗ്രസ് ഇപ്പോൾ എത്തിപ്പിടിച്ച് വരുന്നതേ ഉള്ളൂ. അവർ ബഹുദൂരം മുന്നിലെത്തി. അപ്പോൾ ആ ഒരു തലത്തിലൊന്നും ഒരു കാരണവശാലും എത്തിയിട്ടില്ല. പിന്നെ മൂന്നാമത് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി നമ്മൾ കാണാതെ പോകരുത്. അതിൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുന്നതാണ്. കാരണം ഞാൻ യാത്ര ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നൊരു സംഗതിയാണ്. അതായത് നമ്മൾ ബീഹാർ എടുക്കുക, ഗുജറാത്ത് എടുക്കുക, അല്ലെങ്കിൽ UP എടുക്കുക, ഈ സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത്, ഗുജറാത്തിനെ ഞാൻ തൽക്കാലം മാറ്റി നിർത്തുന്നു, ബാക്കി ഈ UP, ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു ജംഗിൾ രാജായിരുന്നു ഒരു കാലത്ത്. നിങ്ങൾക്കൊരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും സാധിച്ചു കിട്ടില്ല. നിങ്ങൾക്ക് രാത്രി സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റണമെന്നില്ല. യഥേഷ്ടം തോക്കുകൾ ലഭ്യമാകുന്ന, ആർക്കും ആരെയും കൊല്ലാൻ പറ്റുന്ന, ആർക്കും ആരെയും തട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഭീകരമായൊരു സ്ഥിതിവിശേഷം ഈ സ്ഥലങ്ങളിലൊക്കെ സംജാതമായിരുന്നു. ഇത് ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ എന്തുകൊണ്ട് UP യോഗി ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരൻ അവൻ്റെ കമ്മ്യൂണലായ വികാരത്തിന് ഉപരിയായിട്ട് ഈ പറഞ്ഞതുപോലെ രാത്രിയായാലും എനിക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ധൈര്യമുള്ള ഒരു നിയമവ്യവസ്ഥയുടെ സംവിധാനം പല സ്ഥലങ്ങളിലും ഇവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് ഒരു കാരണവശാലും നമ്മൾ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. നമ്മൾ ഈ കമ്മ്യൂണലായിട്ടുള്ള എല്ലാ കാരണങ്ങളും പറയുന്നെങ്കിലും ഈ ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഉണ്ടാക്കി കൊടുത്തവരാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ബീഹാർ, UP പോലുള്ള സംസ്ഥാനങ്ങളിലവരാണ്. ഈവൻ ഗുജറാത്തിലെ ഒരു സംഭവം ഞാൻ പറയാം. ഗുജറാത്ത് കലാപത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1.5 മാസത്തോളം ഗുജറാത്ത് മനോരമയ്ക്ക് വേണ്ടി കവർ ചെയ്തത് ഞാനാണ്. 1.5 മാസത്തോളം ഞാൻ ഗുജറാത്തിൽ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടുന്ന് ഞാൻ എല്ലാ ജാതി മതസ്ഥരോടും സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നു ഒരു പ്രധാന കാരണം, ഓക്കെ, കലാപത്തിൻ്റെ കേസിൽ അവർക്ക് അതിഭീകരമായ ദേശീയവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അവർ പറയുന്നത് ഗുജറാത്തിലെ അഡ്മിനിസ്ട്രേഷൻ വ്യവസ്ഥ മാറി.
പണ്ടൊക്കെ ആണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടമുള്ള സമയത്ത് വരിക, അവർ ഈവൻ കസേരയിൽ പോലും ഇരിക്കില്ല, ഡെസ്കിൻ്റെ പുറത്തിരിക്കുക, ഈ പറഞ്ഞ പോലെ മുറുക്കി തുപ്പുക തുടങ്ങിയ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു മൈൻഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ജനങ്ങൾ മാസങ്ങളോളം കയറി ഇറങ്ങിയാലേ വൻ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറി സിസ്റ്റമാറ്റിക്കായി. അതായത് മുകളിലത്തെ ലെവലിൽ വൻതോതിൽ അഴിമതി നടക്കുമ്പോഴും താഴത്തെ ലെവല് അവരൊരുവിധം വൃത്തിയായി സൂക്ഷിക്കും. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് അയാൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം, അയാൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം, അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം മാന്യമായ പെരുമാറ്റം കിട്ടണം. ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഇതെല്ലാം കൂടെ പരിഗണിച്ചിട്ടാണ് നമ്മൾ BJPയുടെ വളർച്ചയെ കാണേണ്ടത്. പക്ഷേ അതേസമയം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതേ ഇലക്ഷനിൽ ഈ മാറ്റങ്ങളെല്ലാം വരുത്തിയ ഗുജറാത്ത് ഇലക്ഷനിൽ മോദിയുടെ പ്രസംഗങ്ങൾ, മോദി ആദ്യം ഇതിനെപ്പറ്റി പറഞ്ഞു, വികസനത്തെക്കുറിച്ച് പറഞ്ഞു, ആരും കേൾക്കാറുണ്ടായിരുന്നില്ല. അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ തീയതി എടുത്തപ്പോൾ പുള്ളി വർഗീയത പറയാൻ തുടങ്ങിയപ്പോഴത്തേന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു. അപ്പോൾ മോദിയുടെ റാലികൾ വൻ വിജയമായി തുടങ്ങി. അപ്പോൾ ചുരുക്കത്തിൽ അവരെ സംബന്ധിച്ച് ജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു ടൂൾ ആണ്. ഒരു സ്വേച്ഛാധിപതി എന്ന നിലയ്ക്ക് ഭരിക്കുന്ന ഒരാളാണ് മോദി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വയോ അല്ലെങ്കിൽ കമ്മ്യൂണലായിട്ടുള്ള സംഗതിയോ അദ്ദേഹത്തിന് വോട്ട് പിടിച്ചെടുക്കാനുള്ള, അധികാരത്തിലേക്ക് കയറാനുള്ള ഒരു കൂണി മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം. റൈറ്റ്. അവസാനമായി ഞാൻ പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരു എക്സിറ്റ് പോളിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ പോലും ഒരു പോസിബിൾ സിനാരിയോ, ഇപ്പോൾ കഴിഞ്ഞ 2 എക്സിറ്റ് പോളുകൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് അത്ര വലിയ സീറ്റ് കൂടുതൽ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. പ്രവചിച്ചപ്പോൾ 2014 പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. 2019 പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രവചനത്തിനൊരാൾ അത്ര എത്തിയെന്ന് വരില്ലായിരിക്കാം, പക്ഷേ എങ്കിലും ഒരു ട്രെൻഡ് ഏതാണ്ട് NDAക്ക് അനുകൂലമാണ് എന്ന് നമ്മൾ എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടി വരില്ലേ? അപ്പോൾ ഇപ്പോൾ CB സത്യൻ സൂചിപ്പിച്ചൊരു പ്രിപ്പയർഡ്നെസ്, നേരത്തെയുള്ള തയ്യാറെടുപ്പുകൾ, അടിത്തട്ടിലുള്ള വർക്ക്, പണം, ഇതൊക്കെ BJPയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതിനോടൊന്നും മാച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ജനങ്ങൾക്കുള്ള നീരസം, ഭരണവിരുദ്ധ വികാരം, ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആണ് പ്രതിപക്ഷം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ. ആ യാഥാർത്ഥ്യം ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നുണ്ടാവില്ലേ? ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് BJPക്ക് അഡ്വാൻറ്റേജ് എന്നുള്ളത് എന്താണ്? BJP അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ ഉള്ളിൽ BJP എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ്. സംഘപരിവാറിന് ഒരുപാട് പാർട്ടികളല്ല, സംഘടനകളുണ്ട്. അതിൽ RSSൻ്റെ അജണ്ട രാഷ്ട്രീയമായി നടപ്പിലാക്കേണ്ട കടമയാണ് BJPക്കുള്ളത്. അതിന് സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് മറ്റ് സംഘടനകളുടെ സഹായവുമുണ്ട്. അതായത് ഒരു മദർ ഓർഗനൈസേഷൻ ഉണ്ടാവുക, അതിൻ്റെ ഐഡിയോളജി പ്രായോഗികമായി രാഷ്ട്രീയമായി നടപ്പിലാക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തുക, മറ്റെല്ലാ സംഘടനകളും രാഷ്ട്രീയമോ സാംസ്കാരികമോ സാമ്പത്തികവുമായിട്ട് എല്ലാ പിന്തുണകളും കൊടുക്കുന്ന ഒരു വലിയ സിസ്റ്റമാണ് ഈ സംഘപരിവാർ എന്നുള്ളത്. ആ ഒരു സിസ്റ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചെറിയ തോതിൽ മാത്രമുള്ള, ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിക്കുമില്ലാത്ത ഒരു പ്രത്യേകത BJPക്കുണ്ട്. അതാണ് BJPയെ മറ്റു കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതായത് ഒരു ഐഡിയോളജിക്കൽ ഡ്രിവൻ പാർട്ടിയാണ്. അതിന് നടപ്പിലാക്കാനുള്ള എല്ലാ രീതിയിലും സജ്ജമായ ഒരുപാട് സംഘടനകളുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് BJPയെ നേരിടുക എന്നുള്ളത് രാഷ്ട്രീയമായി മാത്രം നേരിടുക എന്നുള്ളതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ നിന്ന് പോയാൽ പോലും സംഘപരിവാറിൻ്റെ പല അജണ്ടകളും നടപ്പാക്കാൻ പറ്റുന്ന ചില കേന്ദ്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം അവർ വളരെ മെനക്കെട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിലൂടെ ഒരുപക്ഷെ രാഷ്ട്രീയ അധികാരമില്ലെങ്കിലും സംഘപരിവാറിൻ്റെ അജണ്ടകൾ വളരെ മനോഹരമായി നടത്താൻ പറ്റാവുന്ന ഒന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് മാച്ച് എന്ന് പറയുന്നത് BJP മാത്രമാണ്. കാരണം അതിൻ്റെ പക്ഷേ ഇപ്പുറത്തുള്ളത് ജനങ്ങൾ എന്നുണ്ടല്ലോ. ഏത് സംഘടനാ ശക്തിക്കും ഏത് ഐഡിയോളജിക്കും അതിജീവിക്കുന്ന ഒന്നാണ് ഈ ജനങ്ങൾ, മാസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുക. അപ്പോൾ ജനങ്ങളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവരും മെറ്റഫോറിക്കലി പറയുന്നതാണെങ്കിലും വലിയ രീതിയിലുള്ള ജനസംഘാടനം, ഒരുപക്ഷെ കർഷക സമരം പോലെ,
അല്ലെങ്കിൽ CAA വിരുദ്ധ സമരം പോലെ അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന സമരങ്ങളിലൂടെ മാത്രമേ അങ്ങനെ ഒരു ഐക്യം ഉണ്ടാകാൻ പറ്റുള്ളൂ. ഇന്ത്യ മുന്നണി എന്നത് തെരഞ്ഞെടുപ്പ് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉണ്ടായിട്ടുള്ള, അപ്പോൾ അതിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്നത് മാരേജ് ഓഫ് അലയൻസ്. അപ്പോൾ ആ ഒരു സംഭവം മാരേജ് ഓഫ് കൺവീനിയൻസ് എന്നതാണ്. കൺവീനിയൻസ് തൽക്കാലത്തേക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല. തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കണമെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യങ്ങൾ വേണം. അതിനപ്പുറത്തേക്ക് മറ്റ് മേഖലകളിൽ, സാംസ്കാരിക മേഖലയിൽ, പല സാമ്പത്തിക മേഖലയിൽ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നടക്കുന്ന, ഒരുപക്ഷെ ഭരണത്തിൽ BJP വന്നാലും ഇല്ലെങ്കിലും തുടരുന്നതാണ് ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് തെരഞ്ഞെടുപ്പ് എങ്കിലും അതിൽ അപ്രധാനമല്ലാത്ത മറ്റു മുഖങ്ങളും ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തായാലും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യം. റൈറ്റ്. ഞാൻ അവസാനം ഒരു തമാശയ്ക്ക് ചോദിച്ചോട്ടെ, ഇപ്പോൾ പ്രചാരണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് മഹാത്മാഗാന്ധിയെ റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമയിലൂടെയാണ് ലോകം അല്ലെങ്കിൽ ഇന്ത്യയും ലോകമൊക്കെ അറിഞ്ഞത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഈ എക്സിറ്റ് പോള് യാഥാർത്ഥ്യമാവുകയും നരേന്ദ്രമോദി സർക്കാർ 3ാം ടേമിൽ അധികാരത്തിലെത്തുകയും ചെയ്ത ഒരു ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഗാന്ധിയൻ ആദർശങ്ങൾ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ഗാന്ധിയൻ ആദർശങ്ങൾ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു സംവിധാനമൊക്കെ ആവുമോ? ആറ്റൻബറോയിലൂടെയാണ് ഗാന്ധിയെ അറിയുന്നത്. ഒരുപാട് ട്രോളുകളൊക്കെ വന്നത്. പക്ഷെ അതിനപ്പുറം ട്രോളുകൾക്കപ്പുറത്തേക്ക് അങ്ങനെ ഒരു വാചകൻ പറയാൻ, അങ്ങനെ ഒരു കാര്യം പറയാൻ ഉള്ള പ്രാപ്തിയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് ആണ് അതിൻ്റെ ഏറ്റവും ട്രാജിക്കായിട്ടുള്ള കാര്യം. ഗാന്ധിജിയുടെ വിഭാവനം ചെയ്ത എന്തെങ്കിലും നടപ്പിലാക്കുക എന്നുള്ളതല്ലല്ലോ സംഘപരിവാറിൻ്റെ ലക്ഷ്യം. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഓർമ്മകളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അപ്പം BJP നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ രാമരാജ്യം നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ രാമക്ഷേത്രം നിർമ്മിച്ചതാണ് ഗാന്ധിജിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യുമായിരിക്കാം. റൈറ്റ്. എക്സിറ്റ് പോളുകൾ പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ NDAക്ക് കൃത്യമായ ഭൂരിപക്ഷം പ്രവചിക്കുന്നു. ആ ഭൂരിപക്ഷം എക്സിറ്റ് പോളിൻ്റെ യുക്തിയും അയുക്തിയും ഒക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. പ്രവചനങ്ങളിലെ നേരത്തെയുള്ള പരാജയങ്ങൾ നമുക്ക് അറിയാം. ഈ പ്രവചനങ്ങളും ഒരുപക്ഷെ യാഥാർത്ഥ്യവുമായി നേർക്കുനേർ ബന്ധപ്പെടുന്നത് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ പ്രവചനങ്ങളിലെ ചില കാര്യങ്ങളെങ്കിലും പ്രാബല്യത്തിൽ വരാൻ പാകത്തിനുള്ള രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ടായിരുന്നു എന്നുള്ള വസ്തുത നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടി ഇവിടെ പൂർത്തിയാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിക്കുന്നു.